ഓക്കെ, അപ്പൊ കരിയർ ഗൈഡൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. എന്താണ് കരിയർ ഗൈഡൻസിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, പണ്ടത്തെ പോലെ നമ്മുടെ പിതാക്കളും നമ്മുടെ രക്ഷിതാക്കളും പഠിച്ചിരുന്ന ഒരു കാലത്തിന് വ്യത്യസ്തമായി ആധുനിക കാലത്ത് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് വളരെ വ്യത്യസ്തങ്ങളായ സാധ്യതകളുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും PG കഴിഞ്ഞാലും ഒക്കെ വളരെ വിഭിന്നങ്ങളായ സാധ്യതകൾ, ലോകമെമ്പാടുമുള്ള സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. അത് സാധാരണഗതിയിൽ നിന്ന് നമുക്ക് ഡിഗ്രി +2 കഴിയുന്നു, ഡിഗ്രിയിലേക്ക് പോകുന്നു, ഒന്നുകിൽ BEdന് പോകുന്നു, അല്ലെങ്കിൽ PGക്ക് പോകുന്നു എന്നുള്ളതൊക്കെ വ്യത്യസ്തമായി, വളരെ വ്യത്യസ്തമായി, ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഓപ്ഷനുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇങ്ങനെയുള്ള ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുഗുണമായ നമ്മുടെ പേഴ്സണാലിറ്റിക്ക്, നമ്മുടെ അഭിരുചിക്ക് അനുഗുണമായ കരിയർ ഏതാണെന്ന് കണ്ടെത്താനും അത് അടിസ്ഥാനത്തിൽ നമ്മുടെ ഭാവി കരുപിടിപ്പിക്കാനും വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ കരിയറിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് സെഷനുകൾ നടത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി വരുത്തുക, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് അറിയുന്നത് പോലെ കരിയർ എന്ന് പറയുന്നത് ജോബും കരിയറും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ പറയാറുള്ള രണ്ട് സംഗതികളാണ് ജോബ്, മറ്റൊന്ന് കരിയർ. അപ്പൊ കരിയറും ജോബും തമ്മിൽ വ്യത്യാസം ആരെങ്കിലും എന്താന്ന് പറയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ജോബും കരിയറും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും ഒന്നാണോ? കേട്ടിട്ടുണ്ടല്ലോ ജോബിനെ കുറിച്ചും കരിയറിനെ കുറിച്ചും, അല്ലെ? അൺമ്യൂട്ട് ചെയ്ത് ആർക്കും സംസാരിക്കാൻ പറ്റുമോ? ഹലോ, പറഞ്ഞോളൂ. കരിയർ എന്ന് പറഞ്ഞാല് നമ്മുടെ പാഷനും ഇൻട്രസ്റ്റും ഒക്കെ നോക്കിയിട്ട് നമ്മളെ ഹാപ്പി ആവാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് കരിയർ എന്ന് പറഞ്ഞാൽ. ജോബ് എന്ന് പറഞ്ഞാൽ സമയം തള്ളി നീക്കാന്, അല്ലെങ്കിൽ എന്തെങ്കിലും നിർബന്ധ ബാധ്യതയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ജോബ്. അതൊരു ഉത്തരാണ്. അങ്ങനെ എന്തെങ്കിലും ആൻസർ ആർക്കെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ജോബ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടി, നമ്മുടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബം പുലർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഏർപ്പാടിനാണ് ജോബ് എന്ന് പറയുന്നത്, അല്ലെ? കരിയർ എന്ന് പറഞ്ഞാൽ സംതിങ് എൽസ്. കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുൾഫിൽമെന്റ് ആണ്, നമ്മുടെ ഇച്ഛകളുടെ ഒരു പൂർത്തീകരണമാണ്, അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായ അർത്ഥത്തിൽ നമുക്ക് വളർച്ച നൽകുന്ന, നമുക്ക് ഉന്നതി നൽകുന്ന, വികാസം നൽകുന്ന, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു സംഗതിയാണ് കരിയർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് കരിയറിൽ നമ്മൾ എത്തിപ്പെടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും കരിയറിലെ ആളുകൾ അവർ വിചാരിച്ച കരിയറിൽ എത്തിപ്പെടാതെ അവർക്ക് ഇഷ്ടമില്ലാത്ത മേഖലയെ ജോലി ചെയ്ത് ജീവിതം തള്ളി നീക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന് വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ അവരവരുടെ ഇൻട്രസ്റ്റും അവരുടെ പാഷനും അവരുടെ പേഴ്സണാലിറ്റിയുടെ രീതിയും അവരുടെ അഭിരുചിയും ഒക്കെ മനസ്സിലാക്കി നമുക്ക് ഏറ്റവും അനുഗുണമായ ഒരു മേഖലയിൽ എത്തിച്ചേരാൻ കരിയർ ഗൈഡൻസ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോ നമുക്ക് അറിയാവുന്നത് പോലെ നമ്മുടെ ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയും. എന്താണ്? നമ്മുടെ ഭക്ഷണം, അതുപോലെ ഫുഡ്, വാട്ടർ, റെസ്റ്റ്, ഷെൽട്ടർ, ഒരാളുടെ ഭക്ഷണം, അയാളുടെ വസ്ത്രം, അയാളുടെ പാർപ്പിടം. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറി കഴിഞ്ഞാൽ പിന്നെ അയാൾക്കുള്ള ആവശ്യമാണ് സേഫ്റ്റി നീഡ്സ്. അതായത് നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ സംരക്ഷണം, ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ അയാൾക്ക് ആവശ്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ് അയാളുടെ വേറെ ആവശ്യങ്ങളാണ് സൈക്കോളജിക്കൽ നീഡ്സ്. എന്താണ് സൈക്കോളജിക്കൽ നീഡ്സ്? അയാളുടെ സ്നേഹിക്കാനുള്ള ഒരു സാധ്യത, റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ ഉണ്ടാക്കണം, കൂടുതൽ കൂട്ടുകാരുണ്ടാക്കണം, സുഹൃത്തുക്കൾ ഉണ്ടാക്കണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്ന ആവശ്യം. പിന്നെ വേറെ ആവശ്യം എന്താണ്? അയാളുടെ എസ്റ്റീം നീഡ്സ് ആണ്. ഈ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായ ഫുഡ്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഒക്കെ നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ആവശ്യം. പിന്നെ അത് കഴിഞ്ഞ് അയാളുടെ റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്. അത് കഴിഞ്ഞ് അയാൾക്കുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രസ്റ്റീജ്, ഒരു അഭിമാനം സംരക്ഷിക്കാനുള്ള പരിപാടി വേണം, നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവണം, അക്കോംപ്ലിഷ്മെന്റ് വേണം. അതാണ് അയാളുടെ അടുത്ത ആവശ്യം. അത് കഴിഞ്ഞ് അയാളുടെ ഏറ്റവും അവസാനത്തെ ആവശ്യം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ, അയാളുടെ മുഴുവൻ കഴിവുകളെയും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം അയാൾക്ക് വേണം. അത്തരത്തിലുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അയാളുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന അയാളുടെ ഒരു ടാർഗറ്റ്. ഇങ്ങനെയുള്ള ടാർഗറ്റിൽ നമ്മൾ എത്തിക്കുന്ന ഒരു സംഗതിയാണ് കരിയർ. ഒരുപക്ഷെ നമുക്ക് ഒരു ജോബ് ഉണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ആവശ്യങ്ങളും രണ്ടാമത്തെ ആവശ്യങ്ങളും മേ ബി മൂന്നാമത്തെ ആവശ്യങ്ങളും ഒക്കെ നമുക്ക് നിറവേറിയെന്ന് വരാം. പക്ഷേ നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സും സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സും ഒക്കെ നിറവേറണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു കരിയറിൽ എത്തിച്ചേരണം.
അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് താല്പര്യമുള്ള ഒരു കരിയറിൽ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുക. തീർച്ചയായിട്ടും കരിയർ ഗൈഡൻസ് നമ്മളെ സഹായിക്കുന്നതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, നമ്മുടെ ഒരു കരിയറിൽ എത്തിച്ചേരാൻ ആവശ്യമായ 4 ഡികളെ കുറിച്ച് സാധാരണ പറയാറുണ്ട്. ഡിസയർ ആണ്, നമുക്കൊരു നല്ല ആഗ്രഹം വേണം, പിന്നെ ഡിസിഷൻ വേണം, നമുക്കൊരു തീരുമാനമെടുക്കണം, അത് കഴിഞ്ഞ് ഡിറ്റർമിനേഷൻ എന്ന നിശ്ചയദാർഢ്യം വേണം, പിന്നെ അച്ചടക്കത്തോടുള്ള ഡിസിപ്ലിൻഡ് ആയ വർക്ക് വേണം. ഈ 4 ഡികൾ ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഇത് കരിയർ ഗൈഡൻസുമായി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്ന, നമ്മുടെ ഈ ഭൗതിക ജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് 3 എസ്സുകളാണ്. ഒന്ന്, ഒരു കരിയറുമായി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒന്ന് സാലറിയാണ്, പിന്നെ സ്റ്റാറ്റസ് ആണ്, സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെ? സാലറിയും സ്റ്റാറ്റസും ഒരു പക്ഷേ നമുക്ക് ആദ്യത്തെ ഒരു ജോബ് കൊണ്ട് നമുക്ക് കിട്ടിയെന്ന് വരാം. ഏതെങ്കിലും ഒരു ജോബിൽ എത്തിച്ചേർന്നാൽ നമുക്ക് സാലറി കിട്ടും, അതിലൊരു സ്റ്റാറ്റസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, നമ്മുടെ ജീവിതത്തോട് നീതി പുലർത്തിയെന്നും നമ്മുടെ ഉദ്ദേശത്തോട് നീതി പുലർത്തിയെന്നും നമ്മൾ ചെയ്യുന്ന കാര്യം ആസ്വദിച്ച് ചെയ്യാൻ നമുക്ക് പറ്റി എന്നുള്ളതൊക്കെ വരണമെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കരിയർ രീതിയിൽ നമ്മൾ കരിയറിൽ നല്ലൊരു കരിയറിൽ എത്തിച്ചേർന്നത് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളിൽ നമുക്ക് കരിയർ സെലക്ട് ചെയ്യണം എന്ന് പറയും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു കരിയർ സെലക്ട് ചെയ്യണം, അത് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു കരിയർ സെലക്ട് ചെയ്യണം, അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കരിയർ സെലക്ട് ചെയ്യണം. ഈ ഘട്ടങ്ങളിലൊക്കെയാണ് നമുക്ക് കരിയർ സെലക്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായും ഏത് കരിയറിലേക്ക് നമ്മൾ പോകണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ വലിയ കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ 12th ഒക്കെ കഴിഞ്ഞ കുട്ടികൾ 12ാം ക്ലാസ്സിൽ റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് വലിയ ചോദ്യങ്ങളുമായി ഒരുപാട് കരിയർ ഗൈഡുമാരെ, ഐക്യുവിന്റെ കരിയർ ഗൈഡുമാരെ, മറ്റ് ഗൈഡുമാരെ ഒക്കെ കണ്ട് അവർ ആവശ്യങ്ങൾ പറയാണ്. നമുക്ക് എങ്ങോട്ട് പോകണം, ഏത് കോഴ്സ് എടുക്കണം, ഡിഗ്രിക്ക് പോകണോ, എഞ്ചിനീയറിംഗിന് പോകണോ, മെഡിക്കലിന് പോകണോ, പാരാമെഡിക്കലിന് പോകണോ, ഏത് കോഴ്സിനാണ് സ്കോപ്പ്, അല്ലെ? ഏത് കോളേജിനാണ് സാധ്യത, വിദേശത്ത് പോകണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത ചില പ്രവണതകളുണ്ട്. എന്താണ്, നമ്മുടെ നാട്ടിലെ കോളേജുകളൊക്കെ പലതും അടച്ചുപൂട്ടാണ്, കോളേജുകളിൽ സീറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലെ കോളേജ് ആണെങ്കിൽ സീറ്റിൽ ആളില്ല. പണ്ടൊക്കെ നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ, ഒരു ഡിഗ്രി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വലിയ ചാലഞ്ച് ആയിരുന്നു. ഇപ്പൊ ഡിഗ്രി അഡ്മിഷൻ ചാലഞ്ച് ഇല്ല എന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ കോളേജുകൾ സ്ട്രഗിൾ ചെയ്യാണ്. കേരളത്തിൽ 130ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉള്ളതിൽ പലതിലും പകുതിയോളം പോലും സീറ്റില്ലാത്ത, ആളില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ മിക്ക സീറ്റുകളും ഒഴിഞ്ഞു കിടക്കാറ്. അതെന്താ കാരണം? ഓരോ സമയത്ത് ഓരോ ട്രെൻഡുകളാണ്. എന്നാൽ ചില കോഴ്സുകൾക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നീറ്റ് എന്ന് പറയുന്ന മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് ഓരോ വർഷവും എഴുതുന്ന കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പൊതുവെ ഡിമാൻഡ് ഉണ്ട്, എന്നാൽ ചില കോഴ്സുകൾക്ക് ഡിമാൻഡ് ഇല്ല. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ പലപ്പോഴും കാണാറുള്ളത് പാരന്റ്സ് തീരുമാനിക്കുന്നു. പാരന്റ്സിന് ചില ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ വീട്ടിലൊരു ഡോക്ടർ ഉണ്ടാവണം, എൻ്റെ വീട്ടിലൊരു എഞ്ചിനീയർ വേണം, അങ്ങനെയുള്ള ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കരിയർ, എൻ്റെ കരിയർ സെലക്ട് ചെയ്താൽ മതി, എൻ്റെ മകൻ ഇതാവട്ടെ, മകൾ ഇതാവട്ടെ, അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ട്. അതിന് ക്ലാസ്മേറ്റ്സ് വ്യാപകമായി കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. കുട്ടികൾ ഫ്രണ്ട്സിന്റെ അടിസ്ഥാനത്തിൽ ഫ്രണ്ട്സ് ഒരുമിച്ച് തീരുമാനം എടുക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും കൂടി ഡൽഹിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും ബികോം പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ വിചിത്രമായ കോഴ്സുകളുടെ പേരുകൾ പറഞ്ഞു വരും, വിചിത്രമായ കോളേജുകളുടെ പേര് പറഞ്ഞു വരും. എനിക്ക് ബാംഗ്ലൂരിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഡിഗ്രി പഠിക്കാൻ എന്നൊക്കെ തീരുമാനിക്കും. എന്ത് അടിസ്ഥാനത്തിൽ? പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല, ക്ലാസ്സിൽ എല്ലാവരും കൂടി തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ കസിൻസ്, പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ അവരുടെ കസിൻസ്, അവരുടെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും നല്ല അക്കോംപ്ലിഷ്ഡ് ആയ ആളുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു എഞ്ചിനീയർ ഉണ്ടാവും, ഒരു ഡോക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ സയന്റിസ്റ്റോ ഏതെങ്കിലും മേഖലയിലൊക്കെ മികവ് തെളിയിച്ച ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മികവ് തെളിയിച്ച ആളുകളെ കണ്ട് അവരെ പിന്തുടർന്ന് അതേപോലെ എനിക്കും ആവണം എന്ന് തീരുമാനിച്ച് കരിയർ എടുക്കുന്ന ആളുകളുണ്ട്. ചില ഫിലിമുകളുണ്ട്, ചില സിനിമകളൊക്കെ കണ്ട് കരിയർ എടുക്കാൻ തീരുമാനിച്ച ആളുകളുണ്ട്. ചില പ്രത്യേകതരം കോഴ്സുകളോട് ചില വർഷങ്ങളിൽ പ്രത്യേക ഡിമാൻഡ് ഉണ്ടാകുന്നത് കാണാം. അതെന്താ കാരണം? ചില വർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടാവും. അവരുടെ ഇഷ്ടപ്പെട്ട ഹീറോ, ഇഷ്ടപ്പെട്ട ഹീറോയിൻ ഇത്തരം പ്രൊഫഷനിൽ അവർ തിളങ്ങുന്നതായി കാണാറുണ്ട് സാധാരണഗതിയിൽ. അതൊരു മാനദണ്ഡമായി സ്വീകരിച്ച് ആ അർത്ഥത്തിൽ കരിയർ സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അട്രാക്റ്റീവ് ആഡ്സ്, ചില സ്ഥാപനങ്ങളുടെ ആഡുകൾ കാണുക, ചില കോഴ്സുകളെ കുറിച്ചുള്ള ആഡുകൾ കാണുക എന്നൊക്കെ വളരെ വിചിത്രമായി തോന്നും. ഇത്തരത്തിലുള്ള രീതികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് കരിയർ സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് തന്നെയാണ്. അതുപോലെ ക്യാൻവാസിങ് ഏജന്റുകൾ, ചില ഏജന്റുമാർ കൃത്യമായി വരികയും അവരുടെ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിനെ, യൂണിവേഴ്സിറ്റിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ നല്ല വെബ്സൈറ്റുകൾ കൊടുക്കും, നല്ല പരസ്യങ്ങൾ കൊടുക്കും, മീഡിയയിലെ പരസ്യം, ടി വിയിലെ പരസ്യം, അതുപോലെ പത്രങ്ങളിലെ പരസ്യം, അങ്ങനെയൊക്കെ വന്ന് ഇന്റർനെറ്റിലെ സോഷ്യൽ മീഡിയയിലെ പരസ്യം, ഇങ്ങനെ ഓരോ പരസ്യങ്ങൾ വന്ന് ഓരോ കോഴ്സുകളെ കുറിച്ച്, ഇന്ന കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തത്, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ പോയി എടുത്താൽ ജോലി ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യങ്ങളും അഡ്വർടൈസ്മെന്റും
വ്യാപകമായി വരും. ഇങ്ങനെയുള്ള കുറേ സാമഗ്രികൾ, സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കരിയർ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണോ നമ്മൾ കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരിക്കലും പാരന്റ്സ് ബ്ലൈൻഡായ ഒരു തീരുമാനം, പാരന്റ്സിനെ അനുസരിക്കേണ്ടെന്നോ അല്ലെങ്കിൽ പാരന്റ്സ് കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കണ്ട എന്നൊന്നുമല്ല പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ പാരന്റ്സ് ബ്ലൈൻഡായി ചില തീരുമാനങ്ങൾ എടുക്കുന്നു. എനിക്ക് ഡോക്ടർ ആവാനായില്ല, അതുകൊണ്ട് എന്റെ മകനോ അല്ലെങ്കിൽ മകളെങ്കിലും ഡോക്ടർ ആവട്ടെ എന്ന് പറയുന്ന പാരന്റ്സിനെ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് വീട്ടിലെ സാഹചര്യം കൊണ്ട് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞില്ല, എന്റെ മകൻ എഞ്ചിനീയറിംഗിന് പഠിക്കട്ടെ അല്ലെങ്കിൽ എന്റെ മകൻ എന്റെ കോഴ്സിന് പഠിക്കട്ടെ എന്നൊക്കെ തീരുമാനിക്കുന്നവരുണ്ട്. ഇതൊന്നും നമ്മളൊരു അടിച്ചേൽപ്പിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഓരോ കോഴ്സുകളും ഓരോ കോളേജുകളും തിരഞ്ഞെടുക്കുന്ന കൃത്യമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ കരിയറിന്റെ ഓപ്ഷൻസ് പറയുമ്പോൾ നോക്കൂ, സാധാരണ KG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എടുക്കുന്ന സമയത്ത് സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. KG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ KG മുതൽ 10ാം ക്ലാസ് വരെ നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഒരു ട്രാക്ക് പോലെ പോകുന്ന പോലെ ഒറ്റ ഓപ്ഷനിൽ പോയാൽ മതി അല്ലെ. എന്നാൽ 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഓപ്ഷനുകളുടെ എണ്ണം കൂടി. എന്താണ് ഒരു 10ാം ക്ലാസ് പാസ്സാവുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം +1 പോകണം. +1 പോകണമെങ്കിൽ തന്നെ കൂടുതൽ സംശയങ്ങളായി. നമുക്ക് സയൻസ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, കൊമേഴ്സ് വേണോ, കൊമേഴ്സ് ആണെങ്കിൽ തന്നെ കൊമേഴ്സ് വിത്ത് മാത്സ് വേണോ, മാത്സ് ഇല്ലാത്ത കൊമേഴ്സ് വേണോ, അതുപോലെ സയൻസിന് പോകണമെങ്കിൽ തന്നെ സയൻസ് വിത്ത് ബയോളജി വേണോ, സയൻസ് വിത്ത് മാത്സ് വേണോ, അങ്ങനെ ഓപ്ഷൻ. ഇനി നമുക്ക് +2 വേണ്ട, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി വേണോ, അതല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വേണോ, പോളിടെക്നിക്കൽ വേണോ, ഇങ്ങനെ ഒരു അറബിക് കോളേജുകൾ വേണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഷോർട്ട് ടൈം കോഴ്സുകൾ വേണോ. അപ്പൊ 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സ്വാഭാവികമായി കൺഫ്യൂഷൻ പലതും ഉണ്ട്. എന്നാൽ 12ാം ക്ലാസ്സിന് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള കൺഫ്യൂഷൻ വരുന്നത്. 12ാം ക്ലാസ് കഴിഞ്ഞാൽ അതിവിപുലമായ സംശയങ്ങളുടെ വലിയ കടലാണ് നമ്മുടെ മുന്നിൽ തുറക്കുക. എന്താ വെച്ചാൽ നമ്മുടെ ഇനി ഡിഗ്രിക്ക് പോകണോ, സാധാരണ ഡിഗ്രി മതിയോ, അതിൽ സാധാരണ ഡിഗ്രി ആണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണ കോളേജിൽ പോയാൽ മതിയോ, അതല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകണോ, ഇനി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകണോ. പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോഴ്സുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്, പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, ലോ കോഴ്സുകളുണ്ട്, ഡിസൈൻ കോഴ്സുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അങ്ങനെ പോകണോ. അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്. 5 വർഷം കൊണ്ട് നമുക്ക് ഡിഗ്രിയും PGയും കിട്ടുന്ന ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്. 5 വർഷം കൊണ്ട് നമുക്ക് ഇന്റഗ്രേറ്റഡ് BEd കോഴ്സുകളുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ 12th കഴിഞ്ഞും പോളിടെക്നിക്കിലേക്ക് പോവാം, അതല്ലെങ്കിൽ നമുക്ക് വിദേശ പഠനത്തിന് പോവാം. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ. ഇനി കോഴ്സ് തിരഞ്ഞെടുത്താൽ തന്നെ കോളേജുകൾ എവിടെ പോകണം, നമുക്ക് എൻട്രൻസ് വഴി പോകണോ, അതല്ല മാനേജ്മെന്റ് കോട്ടയിൽ പോകണോ, കേരളത്തിന് പുറത്ത് പോകണോ, ഇന്ത്യക്ക് പുറത്ത് പോകണോ, ഇങ്ങനെ വലിയ സംശയങ്ങളാണ് 12ാം ക്ലാസ് കഴിഞ്ഞാൽ. അപ്പൊ സ്വാഭാവികമായും കരിയറിനെ കുറിച്ചുള്ള സംശയങ്ങളും ആശങ്കകളും നമ്മുടെ മുന്നിലുണ്ടാവും. ഇവിടെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയാന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്? നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായി കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പാരന്റ്സിന്റെ തീരുമാനം, അതല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ തീരുമാനം, ആഡ് കണ്ടിട്ടുള്ള തീരുമാനം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂസ് പേപ്പറുകൾ കണ്ടിട്ടുള്ള തീരുമാനം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് കരിയർ സെലക്ട് ചെയ്യാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കരിയർ സെലക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആപ്റ്റിറ്റ്യൂഡ് തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പഠന മേഖല തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി നമ്മൾ എവിടെയാണ് പ്രവേശിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആപ്റ്റിറ്റ്യൂഡാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആപ്റ്റിറ്റ്യൂഡ് അഭിരുചിയാണ്. അഭിരുചി പറഞ്ഞാൽ ജന്മനാ ഉള്ള നമ്മുടെ ഒരു ശേഷി. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തങ്ങളായ അഭിരുചികളാണുള്ളത് അല്ലെ. ഇപ്പം ഒരേ സമയം ജനിച്ച ഇരട്ട കുട്ടികൾക്ക് പോലും വ്യത്യസ്തങ്ങളായ അഭിരുചികളാണ്. സഹോദരങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ അഭിരുചികളാണ്. നിങ്ങളുടെ ഒരാളുടെ അഭിരുചി, ഒരു മകന്റെ അഭിരുചി ആവണമെന്നില്ല മറ്റൊരു മകന്, അതാവണമെന്നില്ല മകൾക്ക്. ഒരുമിച്ച് ജനിച്ച കുട്ടികൾക്ക് പോലും വ്യത്യസ്തങ്ങളായ അഭിരുചിയാണ്. ഓരോ മനുഷ്യനെയും അല്ലാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് തന്നെ വ്യത്യസ്തങ്ങളായ അഭിരുചികളുമായാണ്. അപ്പൊ അതുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുക, അഭിരുചി കണ്ടെത്തുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഭിരുചി അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാൻ പറ്റിയൊരു കാര്യം. അതിനുള്ള ഒരു രീതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രക്ഷിതാക്കൾക്ക് കൃത്യമായി കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കാൻ കഴിയും. ഒരു 10 വയസ്സ് മുതലൊക്കെ ഉള്ള ഒരു നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ അഭിരുചി ഏറെക്കുറെ കണ്ടെത്താൻ കഴിയും. കുട്ടിക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖല ഏതാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ജന്മനാ ഒരു താല്പര്യം ഉണ്ടാവും. ചില കുട്ടികൾക്ക് ജന്മനുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ
പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ, സർവീസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. ടോയ്സ് ഒക്കെ അയച്ചു നോക്കുക, അതിനുള്ളിലെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്കൊരു എഞ്ചിനീയറിംഗ് അഭിരുചി ഉണ്ട് എന്ന് ഏറെക്കുറെ പറയാൻ കഴിയും. ചില ആളുകൾക്ക് വേറെ തരത്തിലുള്ള അഭിരുചികളാണ്. ഇങ്ങനെ പലതരം ചില വിഷയങ്ങളോട് പ്രത്യേകമായ അഭിരുചിയുള്ളവരുണ്ടാവും. മാത്തമാറ്റിക്സ് നല്ല കൂർമ്മ ബുദ്ധിയുള്ളവരുണ്ടാവും, നല്ല സൂക്ഷ്മമായി ചെയ്യുന്നവരുണ്ടാവും, നല്ല ഭാഷയിൽ നല്ല കഴിവുള്ളവരുണ്ടാവും, അതല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ താല്പര്യമുള്ളവരുണ്ടാവും, സയൻസ് വിഷയങ്ങൾ താല്പര്യമുള്ളവരുണ്ടാവും. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലുമുള്ള അഭിരുചി, താല്പര്യം എന്ന അഭിരുചി, ജന്മനാ ചില ഒരു ശേഷിയും കഴിവുമുണ്ട്. ഇതിനാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഗോൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വാല്യൂ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കരിയറിനും വ്യത്യസ്തങ്ങളായ വാല്യൂ സിസ്റ്റം ഉണ്ട്. ചില കോഴ്സുകൾ, ചില കരിയറുകൾ ചിലർക്ക് അത്ര വാല്യൂ സിസ്റ്റവുമായി ഇൻലൈൻ ആയി പോകണമെന്നില്ല. അതുപോലെ ഗോൾ പ്രധാനമാണ്. ചില ആളുകൾക്ക് ഇന്ന മേഖല എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കരിയർ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയ കാര്യം. സ്കില്ലുകൾ ഇമ്പോർട്ടന്റ് ആണ്. ചില പ്രത്യേക തരം സ്കില്ലുകളുള്ള ആളുകൾക്ക് ചില കരിയറിൽ നന്നായി ശോഭിക്കാൻ കഴിയും. അങ്ങനെയുള്ള കരിയർ സെലക്ട് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുപോലെ കരിയർ പ്രോസ്പെക്ട്സ്, നമ്മൾ ഏതെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കോഴ്സിന്റെ പ്രോസ്പെക്ട്സ് എന്താണ്, അതിന്റെ സാധ്യത എന്താണെന്നുള്ളത് മനസ്സിലാക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ചില കോഴ്സുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ അത്ര ജോലി നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ചില കോഴ്സുകൾ പഠിച്ച ഉടനെ ജോലി നമുക്ക് റെഡിയാണ്. ജോബ് റെഡി കോഴ്സുകൾ എന്ന് പറയാം. ഇപ്പൊ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ITIയിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് വലിയ സാലറി ഒന്നും അല്ലെങ്കിലും നമുക്കൊരു ജോലി ഉറപ്പിക്കാം. കുറച്ചു കാലമൊക്കെ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിലടക്കം നമുക്ക് ജോലി കണ്ടെത്താൻ കഴിയും. ഈവൻ ഗവൺമെന്റ് സർവീസ് ജോലി കയറാൻ കഴിയും. അങ്ങനെ ജോലി വളരെ പ്രധാനപ്പെട്ട കാര്യം. പാരാമെഡിക്കൽ കോഴ്സുകൾ, ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിലും, മെഡിക്കൽ ലാബ് ടെക്നോളജി ആണെങ്കിലും, റേഡിയോളജി ടെക്നോളജി ആണെങ്കിലും, ഒക്യുപ്പേഷൻ തെറാപ്പി ആണെങ്കിലും, ഇതുപോലെയുള്ള നമുക്ക് മെഡിക്കൽ ഫീൽഡിലുള്ള കോഴ്സുകളെ പരിഗണിക്കുമ്പോൾ പല കോഴ്സുകൾക്കും നമുക്ക് ജോബ് റെഡി കോഴ്സുകളാണെന്ന് പറയാം. ഏറെക്കുറെ ജോലി കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ ചില കോഴ്സുകൾ റിസർച്ച് ബേസ്ഡ് കോഴ്സുകളായിരിക്കും. ഇപ്പോൾ ഒരു BSc ബയോടെക്നോളജി കഴിഞ്ഞൊരു കോഴ്സ് ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ജോലി കിട്ടുക വളരെ പ്രയാസമാണ്. എല്ലാവർക്കും കിട്ടില്ല എന്നല്ല, ചില കോഴ്സുകൾ അങ്ങനെയാണ്, റിസർച്ച് ബേസ്ഡ് കോഴ്സുകളായിരിക്കും. എന്നാൽ ചില കോഴ്സുകൾ കുറച്ച് കൂടുതൽ കാലം പഠിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ, ചില കോഴ്സുകൾ പഠിച്ചാൽ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് വല്ലാതില്ല. ഇപ്പൊ ITI ഒക്കെ പഠിച്ച ഒരാൾക്ക് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട്. അയാൾക്ക് ഡിപ്ലോമക്കൊക്കെ പോയി അങ്ങനെയൊക്കെ പോവാ എന്നല്ലാതെ വലിയ രീതിയിൽ ഡിഗ്രിക്ക് പോവാ, PGക്ക് പോവാ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഒരു പ്ലസ് ഹയർ ITI കോഴ്സുകളൊന്നും കഴിഞ്ഞ ആളുകൾക്ക് കുറവാണ്. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് എല്ലാ തരത്തിലും ഉണ്ടാവണമെന്നില്ല. ചില ആളുകൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് വേണം. ഇപ്പൊ MBBS പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് MBBS കഴിഞ്ഞു, MD അല്ലെങ്കിൽ MS കഴിയുക, അത് കഴിഞ്ഞ് DM കഴിയുക, അങ്ങനെയൊക്കെ സ്പെഷ്യലൈസേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പോകാൻ പറ്റും. ഒരാൾക്ക് +2 കഴിഞ്ഞ് സാധാരണ ഡിഗ്രി കഴിഞ്ഞു, അയാൾക്ക് PG പോവാ, PhDക്ക് പോവാ, അങ്ങനെ പോവാം. എന്നാൽ ചില കോഴ്സുകൾ കഴിഞ്ഞാൽ നമുക്ക് അത്ര ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഇല്ല. അതുകൂടി ശ്രദ്ധിക്കുക. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് വളരെ പ്രധാനമാണ്. ചില കോഴ്സുകൾ കുറെ കാലം പഠിക്കേണ്ടി വരും, ചില കോഴ്സുകൾ വളരെ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ കഴിയും. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് ITI കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം 2 വർഷം കൊണ്ട് അയാൾക്ക് ജോബിന് പോകാൻ കഴിയും. എന്നാൽ 10ാം ക്ലാസ്സിന് ഡിപ്ലോമക്ക് പോകുന്ന ആൾക്ക് 3 വർഷം കൊണ്ട് ജോബിന് പോകാൻ കഴിയും. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് നമുക്കൊരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണെങ്കിൽ 5 വർഷം 12th കഴിഞ്ഞ് 5 വർഷം പഠിക്കണം. +2 കഴിഞ്ഞ് 5 വർഷം പഠിച്ചാൽ മാത്രമാണ് അയാൾക്ക് ജോബിന് പോകാൻ കഴിയുള്ളൂ. എന്നാൽ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ചില കോഴ്സുകളുടെ എക്സ്പെൻസ് കൂടുതലാണ്. ഇപ്പൊ പൈലറ്റ് കോഴ്സ് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കോഴ്സാണ്, കുട്ടികളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കാനുള്ള കോഴ്സാണ്. പൈലറ്റ് കോഴ്സ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. സാധാരണഗതിയിൽ നമ്മൾ പൈലറ്റ് കോഴ്സിനൊക്കെ പോവുകയാണെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ്. 45 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം, 1 കോടി, 1.5 കോടിയൊക്കെയാണ് അതിന്റെ എക്സ്പെൻസ് വരുന്നത്. അപ്പൊ അതൊക്കെ വേണം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ. പിന്നെ പ്രോക്സിമിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ പ്രധാനം. ഒരു സ്ഥാപനത്തിന്റെ ലഭ്യത. ചില കോഴ്സുകൾ നമുക്ക് അടുത്തുനിന്ന് പഠിക്കാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ പാലക്കാടാണ്, കോഴിക്കോടാണ്, മലപ്പുറമാണ്, നിങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് പഠിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടാവണമെന്നില്ല. കുറച്ച് കൂടുതൽ മാറി നിൽക്കേണ്ടി വരും. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഒരേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. അവിടെ ആണെങ്കിൽ വളരെ ചുരുങ്ങിയ ഡിഗ്രി കോഴ്സുകളേ ഉള്ളൂ. ഒരു ഡിഗ്രി കോഴ്സ് അങ്ങനെയുള്ളത്. ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒക്കെ കേരളത്തിന് പുറത്താ. 56 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും കേരളത്തിനുള്ളിലല്ല. ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ കേരളത്തിലുള്ളൂ. ബാക്കി യൂണിവേഴ്സിറ്റി ഡൽഹിയിലും അതുപോലെ ഹൈദരാബാദിലും പോണ്ടിച്ചേരിയിലും ഒക്കെയാണുള്ളത്, ഉത്തർപ്രദേശിലൊക്കെയാണുള്ളത്. അവിടെ പോയി പഠിക്കേണ്ടി വരും. പ്രോക്സിമിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ പ്രധാനം. ഇങ്ങനെയുള്ള സംഗതികളുണ്ട്. അതുപോലെ ആപ്റ്റിറ്റ്യൂഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ജന്മനാ ഉള്ള ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുക, അഭിരുചി പരിശോധിക്കുക എന്നുള്ളത്. പല ടൈപ്പ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. വെർബൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, വിഷ്വൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ നോക്കി അതിന്റെ സ്പേഷ്യൽ ഡയമെൻഷൻസ് പറയാൻ കഴിയും. ഇവിടെ ദൂരേക്ക് നോക്കി ദൂരെ കാണുന്ന ഒരു മരത്തിനെ കണ്ടാൽ ആ മരത്തിന് എത്ര ഉയരമുണ്ട് എന്ന് ഇവിടുന്ന് അയാൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയും.
അങ്ങനെ ആളുകൾക്ക് സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് പറയാം. അതുപോലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡുകളുണ്ട്. ഈ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള കരിയറുകൾ സെലക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം റെക്കഗ്നിഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് എന്നതിനപ്പുറം ഏറ്റവും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ MG യൂണിവേഴ്സിറ്റിയോ അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഒക്കെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അതുപോലെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി, ആരോഗ്യ സർവകലാശാല, കേരള കാർഷിക സർവകലാശാല, ഇങ്ങനെയുള്ള വെറ്റനറി സർവകലാശാല, ഇങ്ങനെയുള്ള സർവകലാശാലകൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ അടുത്ത് UGCയുടെ ഒരു നോട്ടീസ് വന്നിരുന്നു. കേരളത്തിൽ തന്നെ ചില വ്യാജ യൂണിവേഴ്സിറ്റികളുണ്ട്. വ്യാജ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു തിബുൻ നബി എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റി കോഴിക്കോട് ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റി വ്യാജ യൂണിവേഴ്സിറ്റി ആണെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിലാണോ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ UGC എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, ഒരു യൂണിവേഴ്സിറ്റി അവരാണ് ശരിക്കും യൂണിവേഴ്സിറ്റിക്ക് റെക്കഗ്നേഷൻ കൊടുക്കുന്ന ആള്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും കോഴ്സിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ പഠിക്കാൻ പോകുന്ന നിങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ആയ യൂണിവേഴ്സിറ്റി ആണോ, അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി ആണോ? അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റി ആയാലുള്ള പ്രശ്നം എന്താ? ആ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കോഴ്സിന് വാല്യൂ ഇല്ലാതെ നമ്മുടെ സമയനഷ്ടം, ധനനഷ്ടം, മാനനഷ്ടം ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നിഷൻ നോക്കണം. നല്ല അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി ആണോ, നല്ല വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. അതുപോലെ റാങ്കിങ് നോക്കണം. നല്ല യൂണിവേഴ്സിറ്റിക്ക് റാങ്കിങ് കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ NIRF റാങ്കിങ് ഉണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന KIRF റാങ്കിങ് ഉണ്ട്. നാക്കിന്റെ അക്രഡിറ്റേഷൻ ഉണ്ട്. അതുപോലെ NBAയുടെ അക്രഡിറ്റേഷൻ, പല രീതിയിൽ അക്രഡിറ്റേഷൻസ് ഉണ്ട്, റാങ്കിങ് ഉണ്ട്. ഇങ്ങനെയുള്ള റാങ്കിങ്ങും അക്രഡിറ്റേഷനും ഒക്കെ ഉള്ള കോഴ്സുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഫാക്കൽറ്റീസ്, ഓരോ കോളേജുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ കോളേജിലെ ഫാക്കൽറ്റീസ് നല്ല ഫാക്കൽറ്റീസ് ആണോ, അവിടുത്തെ ഫെസിലിറ്റീസ് എന്താണെന്ന് നോക്കണം. ഇപ്പൊ കോളേജിന്റെ ഒക്കെ വെബ്സൈറ്റ് ഒക്കെ പോയി നോക്കി ചില ആളുകൾ പറയും നല്ല നല്ല കോളേജാണ്, നിങ്ങൾ അതിന്റെ സൈറ്റ് നോക്കിയിട്ടുണ്ട്. സൈറ്റ് നോക്കിയാൽ നമുക്ക് അവിടുത്തെ കൂടുതൽ വിവരങ്ങൾ കിട്ടില്ല. ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, ഇപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയോ കോളേജോ ഒക്കെ കുട്ടികൾക്ക് വേണ്ടി അന്വേഷിക്കാൻ പോകും. എന്നിട്ട് യൂണിവേഴ്സിറ്റി പോയിട്ട് കോളേജിൽ പോയിട്ട് അവിടുത്തെ കോളേജിന്റെ ബാത്റൂം എങ്ങനെയുണ്ട്, ക്യാൻറ്റീൻ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് പരിശോധിക്കുക. അതൊന്നുമല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാക്കൽറ്റീസ്, അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ സൗകര്യങ്ങൾ, അവിടെ ലാബ് സൗകര്യങ്ങളുണ്ടോ, വേണ്ടത്ര ക്ലാസ് റൂമുകളുണ്ടോ, വേണ്ടത്ര പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ, മറ്റു ഫെസിലിറ്റീസ് ഉണ്ടോ, ലബോറട്ടറികളുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. അവിടുത്തെ ഫാക്കൽറ്റികൾ ആരാണ്, അവിടെ സ്ഥിരമായുള്ള ഫാക്കൽറ്റികളാണോ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മാറി മാറി വരുന്ന ഫാക്കൽറ്റികളാണോ, ഇതൊക്കെ പരിശോധിക്കണം. പിന്നെ അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ എവിടെ പ്ലേസ്ഡ് ആയി, അവർക്ക് എവിടെ ജോലി കിട്ടി, വിദേശത്താണ് ജോലി കിട്ടിയത്, നാട്ടിലാണ് ജോലി കിട്ടിയത്, നല്ല കമ്പനിയിലാണ് ജോലി കിട്ടുന്നത്, അതല്ലെങ്കിൽ ഇവർ സൃഷ്ടിക്കുന്ന ചില പുകമറകൾ ഉണ്ടാവും. നിങ്ങളിൽ നിന്ന് കിട്ടിയ പുറത്തിറങ്ങിയ കുട്ടികൾ പല സ്ഥലത്തും പ്ലേസ്ഡ് ആയി എന്നൊക്കെ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ പലപ്പോഴും അതൊക്കെ വ്യാജമായ അവകാശവാദങ്ങളാണെന്ന് മനസ്സിലാവും. ഇങ്ങനെയുള്ള അവകാശവാദങ്ങളല്ലെന്നും നമുക്ക് നല്ല രീതിയിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയി എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ, അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സ്ഥാപനത്തിന്റെ ലക്ഷണമാക്കി കണക്കാക്കാം. അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടുത്തെ കുട്ടികളോട് സംസാരിക്കുക, അവർക്ക് എവിടെയാണ് ജോലി കിട്ടിയത്. കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു കുട്ടി 2 കുട്ടികൾ കോഴിക്കോടുള്ള ഏതോ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവർക്ക് BBA ലോജിസ്റ്റിക് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു ഏതാണ് യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല ഏത് യൂണിവേഴ്സിറ്റിയാണ് ഈ സ്ഥാപനം കൊടുക്കുന്നതെന്ന് അറിയില്ല. കോഴിക്കോടുള്ള ഈ സ്ഥാപനം കോഴിക്കോട് യൂണിവേഴ്സിറ്റി കീഴിലെന്നല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലൊന്നല്ല, ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏതോ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പാരാമെഡിക്കൽ കോഴ്സുകളും ഇതുപോലെ ഏത് യൂണിവേഴ്സിറ്റി ആണെന്നറിയാതെ ഏതെങ്കിലും ഒരു പേരിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ടോ അല്ലെങ്കിൽ വെറും ഒരു ചെറിയ റൂമിൽ തട്ടിക്കൂട്ട് സംവിധാനങ്ങളായിട്ട് ചില യൂണിവേഴ്സിറ്റി സ്ഥാപനങ്ങളൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും കുട്ടികളോടും സൂചിപ്പിക്കാനുള്ളത്. ഇനി +2 കഴിഞ്ഞ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. +2 കഴിഞ്ഞവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ മാത്രം പറയാം. നമുക്ക് ഒരുപാട് സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു പോയെന്നാണ് വിചാരിക്കുന്നത്. +2 കഴിഞ്ഞ ആളുകൾക്ക് ഡിഫൻസിൽ പോകാൻ കഴിയും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഭാഗമാവാൻ പ്രധാനപ്പെട്ട അവസരമുണ്ട്. ഇപ്പൊ ഡിഫൻസിൽ NDA ആൻഡ് NA എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട്. നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എന്നാണ് ഇതിന്റെ പേര്. ഇത് നമുക്ക് +2 സയൻസ് കഴിഞ്ഞാലും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാലും കൊമേഴ്സ് കഴിഞ്ഞാലും ഈ സ്ട്രീമിലേക്ക് പോകാൻ കഴിയും.
ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആളുകൾക്ക് ആർമിയിലാണ് പോവുക, കരസേനയിലാണ് പോകാൻ കഴിയുക. നാവികസേനയിലും വ്യോമസേനയിലും പോകണമെങ്കിൽ അവർക്ക് സയൻസ് സ്ട്രീം പഠിച്ച ആളുകൾക്കാണ് പോകാൻ പറ്റുക. ഇപ്പൊ നേവൽ അക്കാദമി എന്ന് കണ്ണൂർ ഏഴിമലയിൽ ഒരു ക്യാമ്പസ് ഉണ്ട്, അവിടെയാണ് ഇതിന്റെ പരിശീലനം. ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങൾ, ഇന്ത്യക്ക് കേരളത്തിന് പുറത്തുള്ള പൂനെയിലെ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ബാക്കിയുള്ള പരിശീലനം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഡിഫൻസിന്റെ ഭാഗമാവാം. ഒരു പൈസയും മുടക്കാതെ, ഒരു കാശ് പോലും ചെലവഴിക്കാതെ പഠിക്കാന്ന് മാത്രമല്ല, ഇന്ത്യൻ പ്രതിരോധ സേനയിൽ നമുക്ക് ജോലിക്ക് കയറാനുള്ള അവസരം കൂടിയുണ്ട്. അതിന് +2 എൻട്രൻസ് ND&NA എന്നാണ് എക്സാമിന്റെ പേര്. ആ എക്സാം എല്ലാ വർഷവും 2 തവണ നടത്തും. അതിൽ പാസ്സാവണം. അതിനുശേഷം പേഴ്സണാലിറ്റി ടെസ്റ്റും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പോകാൻ കഴിയും. നമുക്ക് അത് ഡിഗ്രിയും കിട്ടും, അതോടൊപ്പം നമുക്ക് സൈന്യത്തിൽ കയറാനുള്ള അവസരമുണ്ട്. ക്ലാസ് 12 ഫിസിക്സും മാത്സും പഠിച്ചവർക്കാണ് നേവിയിലും എയർഫോഴ്സിലും പോകാൻ കഴിയുക, നാവികസേനയിലും വ്യോമസേനയിലും പോകാൻ കഴിയുക. ആർമിയിൽ പഠിക്കണമെങ്കിൽ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും കഴിഞ്ഞവർക്ക് പോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് കേട്ടോ. നമുക്ക് മിലിറ്ററിന്റെ ഭാഗമാണ് AFMC എന്ന സംഭവമുണ്ട്, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും ചെലവഴിക്കാതെ, ശ്രദ്ധിക്കണം, 1 രൂപ പോലും ചെലവഴിക്കാതെ നിങ്ങൾക്ക് ഡോക്ടർ ആവാം. 1 രൂപ പോലും ചെലവഴിക്കണ്ട, നിങ്ങൾക്ക് ഡോക്ടർ ആവാം. അതോടൊപ്പം ഇന്ത്യൻ സൈന്യത്തിലെ ഡോക്ടറായിട്ട് നമുക്ക് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. പൈസ ഇല്ല, ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണെന്ന് മാത്രമല്ല, നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, അതിന് നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതിയിട്ട് അവരുടെ പ്രത്യേക പരീക്ഷകൾ ഉണ്ടതിനു ശേഷം നല്ല അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള, അക്കാഡമിക് റെക്കോർഡുള്ള കുട്ടികൾക്ക്, നന്നായി നീറ്റിലൊക്കെ പെർഫോം ചെയ്യുന്ന ആളുകൾക്കാണ് അതിൽ തിളങ്ങാൻ കഴിയുക. പിന്നെ മിലിറ്ററി നഴ്സിംഗ് എന്നൊരു സംഭവമുണ്ട്. ഇന്ത്യയിലെ പ്രതിരോധ സേനയുടെ കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളിൽ മിലിറ്ററി നഴ്സിംഗ് സൗജന്യമായി പഠിക്കാം. ഇത് നീറ്റ് വഴിയാണ് പോവുക. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് മിലിറ്ററി നഴ്സിംഗ് ഉണ്ട്. അതുപോലെ അഗ്നിവീർ കേട്ടിട്ടുണ്ടാകും, അഗ്നിവീർ എന്ന രീതിയിൽ താൽക്കാലികമായി മിലിറ്ററിയിൽ പോകാൻ അവസരമുണ്ട്. പിന്നെ +2 കഴിഞ്ഞ ആളുകൾക്ക് ടെക്നിക്കൽ എൻട്രി ഉണ്ട്, അങ്ങനെ പോകാൻ കഴിയും. പിന്നെ ജോയിൻ ഇന്ത്യൻ ആർമി, ജോയിൻ ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് .nic.in ഈ 3 സൈറ്റുകൾ നമ്മൾ പോവുകയാണെങ്കിൽ പല യോഗ്യതകളുള്ളവർക്ക്, 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും +2 കഴിഞ്ഞവർക്കും ഒക്കെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമായി, ഇന്ത്യൻ ഡിഫൻസിന്റെ ഭാഗമായി ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളത് ഒന്ന് ഓർക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ടീച്ചിങ്. +2 കഴിഞ്ഞവർക്ക് നേരിട്ട് ടീച്ചിങ്ങിലേക്ക് പോകാൻ നമുക്കറിയാം. ഇപ്പം ഇന്റഗ്രേറ്റഡ് BEdന്റെ കാലമാണ്. എന്താണ് ഇന്റഗ്രേറ്റഡ് BEd എന്ന് പറഞ്ഞാൽ? നമ്മുടെ സാധാരണ പതിവ് BEdകൾ എന്താ, 3 വർഷം ഡിഗ്രി പഠിക്കുന്നു, 2 വർഷത്തെ BEd കോഴ്സ് എടുക്കുന്നു അല്ലെ. അതിന് വ്യത്യസ്തമായി ഇന്റഗ്രേറ്റഡ് BEd എന്ന് പറയുന്നത് 4 വർഷം കൊണ്ട് തന്നെ നമുക്ക് BEd പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയാണ് NCET, നാഷണൽ കൗൺസിൽ ഫോർ നാഷണൽ കോമൺ എൻട്രൻസ് എക്സാം. NCET എന്നുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. +2 കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റും, ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും. അതുപോലെ ഇന്റഗ്രേറ്റഡ് BEdന് പോകാൻ കഴിയും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ്. നമുക്കറിയാം എഞ്ചിനീയർമാർക്ക് ജോലി ഇല്ല, വെറുതെ ഇരിക്കാനെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ വായിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, നല്ല കഴിവുള്ള, നല്ല ശേഷിയുള്ള, നല്ല പൊട്ടൻഷ്യലുള്ള, കപ്പാസിറ്റിയുള്ള, സ്കില്ലുള്ള എഞ്ചിനീയർമാർക്ക് ഇപ്പോഴും അവസരങ്ങളുണ്ട്. നമുക്കറിയാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സൈബർ സെക്യൂരിറ്റിയും ഡാറ്റാ സയൻസും ഇന്റർനെറ്റ് ഓഫ് തിങ്സും 3D പ്രിന്റിങ്ങും പോലെയുള്ള ഹൈപ്പർലൂപ്പ് ടെക്നോളജി ഒക്കെ പോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എഞ്ചിനീയറിംഗിന്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ സാധ്യതകളുള്ള, വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു മേഖലയാണ്. അവിടെ നമുക്ക് കഴിവ് തെളിയിക്കുന്നവർക്ക് അവസരങ്ങൾ എമ്പാടുണ്ടെന്ന് ഓർക്കുക. നമുക്ക് എഞ്ചിനീയറിംഗിന് പോകാൻ 3 വർഷത്തെ പോളിടെക്നിക്കൽ ഉണ്ട്, അതല്ലെങ്കിൽ 4 വർഷത്തെ ബിടെക് ഉണ്ട്. നമുക്ക് എഞ്ചിനീയറിംഗ് പല ബ്രാഞ്ചുകളുണ്ട്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ പല ബ്രാഞ്ചുകളുണ്ട്. പുതിയ പുതിയ ബ്രാഞ്ചുകൾ പലതും വരുന്നുണ്ട്. ഫുഡ് ടെക്നോളജി ഉണ്ട്, ഡയറി ടെക്നോളജി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, ഡാറ്റാ സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി, അങ്ങനെ പുതിയ പുതിയ ബ്രാഞ്ചുകൾ പലതും ഉണ്ട്. ഈ ബ്രാഞ്ചുകൾക്ക് ഓരോന്നിനും അതിൻ്റെതായ സാധ്യതകളുണ്ട്. നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, വെറുതെ ഒരു ഡിഗ്രി നേടി, കുറച്ച് സർട്ടിഫിക്കറ്റുകൾ മാത്രമായി പുറത്തിറങ്ങിയാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ജോലി ഇല്ലാത്ത എഞ്ചിനീയർമാരെ പോലെ ആവേണ്ടി വരും. എന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള കഴിവുകൾ, അതിനനുസരിച്ച് സ്കില്ലുകൾ, അതിനനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും, അതിനനുസരിച്ചുള്ള ടെക്നിക്കൽ കഴിവും കോമ്പിറ്റൻസിയും ഒക്കെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള, വിശാലമായ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ, നാസയിലായാലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അസംഖ്യം ഇന്ത്യൻ എഞ്ചിനീയർമാരാണ്. ഇന്ത്യൻ എഞ്ചിനീയർമാർ, മലയാളികളായ എഞ്ചിനീയർമാരും മറ്റു സംസ്ഥാനങ്ങളിലെ എഞ്ചിനീയർമാരും ഒക്കെ വളരെ വൈവിധ്യങ്ങളായ കരിയർ മേഖലയിൽ അവരുടെ കോൺട്രിബ്യൂഷൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഇപ്പൊ ഖത്തറിലാണ്. ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഖത്തർ പെട്രോളിയം എന്നറിയപ്പെടുന്നുണ്ടായിരുന്ന ഖത്തർ എനർജി, ഖത്തർ ഗ്യാസ്, അതുപോലെ ഖത്തർ എയർവേസ്,
ഇതുപോലെ സൗദി അറേബ്യയിൽ അരാംകോ, അബുദാബിയിൽ അഡ്നോ, ഇങ്ങനെ വിവിധങ്ങളായ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ആണെങ്കിലും മറ്റു മേഖലകളിലാണെങ്കിലും അവിടെയൊക്കെ എഞ്ചിനീയർമാർക്ക് വലിയ സാധ്യതകളുണ്ട്. ഈ സാധ്യത ഇന്ന് നിൽക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് അവസാനിക്കുന്നില്ല. അത് പുതിയ മേഖലകൾ വ്യത്യസ്തങ്ങളായ രീതിയിലും തലത്തിലും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ നല്ല സ്കില്ലുള്ള, നല്ല കോമ്പിറ്റൻസി ഉള്ള എഞ്ചിനീയർമാർ ആവശ്യമുണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതിന് ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ ഉണ്ട്. ജെഇ ഉണ്ട്, ക്യുസാറ്റ് ഉണ്ട്, ബിറ്റ്സാറ്റ് ഉണ്ട്. നമുക്കറിയാം 12th കഴിഞ്ഞവർക്ക് ജെഇ വഴി നമുക്ക് എഞ്ചിനീയറിംഗിന് പോകാൻ ജോയിന്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ക്യുസാറ്റ് എന്ന് പറയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വഴി നമുക്ക് പോവാം. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. കേരള എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് എൻട്രൻസ് ടെസ്റ്റുകളുണ്ട് കേട്ടോ. ഇത് മനസ്സിലാക്കുക. പിന്നെ ആർക്കിടെക്ചർ ഒരു മേഖലയാണ്. ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി മേഖലയിലുള്ള ഒരു പഠനമാണ്. ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് BSc പോലെയുള്ള, കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള BCA പോലെയുള്ള കോഴ്സുകൾ എടുക്കാൻ പറ്റും. ഇനി പ്ലസ് 2 കഴിഞ്ഞ ആളൊരു സയന്റിസ്റ്റ് ആയി പോകണമെങ്കിൽ നമുക്ക് ഭാവിയെക്കുറിച്ച് കൃത്യമായ സാധ്യതകൾ കണ്ടെത്തുകയും ആ അർത്ഥത്തിൽ ശാസ്ത്രീയമായ ഇടപെടൽ നടത്താനൊക്കെ പോകുന്ന ആളുകൾക്ക് പറ്റിയൊരു മേഖലയാണ് സയന്റിസ്റ്റ് ആയി പോകുക എന്ന് പറയുന്നത്. അതിന് ഒരുപാട് കോഴ്സുകളുണ്ട്. ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അവിടെ BSMS എന്ന കോഴ്സ് ഉണ്ട്. അതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അഭിരുചി പരീക്ഷയുണ്ട്. അതുവഴിയാണ് പോകേണ്ടത്. പ്ലസ് 2 കഴിഞ്ഞ് പോകാൻ പറ്റും. അതുപോലെ നൈസർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അവിടെ 5 വർഷത്തെ MSc കോഴ്സ് ഉണ്ട്. അത് സ്റ്റൈപ്പൻഡോട് കൂടി പഠിക്കാൻ പറ്റിയ ചില സ്ഥാപനങ്ങളാണ്. ഇതൊന്ന് ഓർത്തു വെക്കുക. പിന്നെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോവാം. പലതരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെ 5 വർഷത്തെ MSc കോഴ്സുകളുണ്ട്. അതുവഴി നമുക്ക് സയന്റിസ്റ്റ് ആവാനും ആ രീതിയിലൊക്കെ. പിന്നെ ഡിസൈൻ മറ്റൊരു മേഖലയാണ്. ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ ലാപ്ടോപ്പ് ആയാലും, എന്റെ മൊബൈൽ ഫോൺ ആയാലും, ഫർണിച്ചർ ആയാലും, വാഹനങ്ങളായാലും, വസ്ത്രങ്ങളായാലും, പേനയായാലും, പുസ്തകങ്ങളായാലും എല്ലാം ഒരു ഡിസൈൻ ഉണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ. ഈ ഡിസൈൻ വളരെ എസ്തറ്റിക്കലി അപ്പീലിംഗ് ആയിരിക്കണം. മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതിലേക്ക് ആനന്ദദായകമായ ഒരു അനുഭവം കൊടുക്കുന്ന സംഗതി ആയിരിക്കണം. ഇത് ഡിസൈൻ ചെയ്യാന്ന് പറയുന്ന ഒരു മേഖല ഉണ്ട്. അത് ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം ആണ്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉണ്ട്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നുള്ളത് ലോ എന്ന് പറയുന്ന ഒരു മേഖലയാണ്, നിയമപഠനം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നിയമമല്ല. നമ്മൾ നിയമം പഠിച്ച ആളുകൾ കോടതിയിൽ വക്കീലാവുന്നു, അങ്ങനെ ഒരു കറുത്ത ഗൗണൊക്കെ ഇട്ട് കോടതി വരാന്തെങ്കിലും നടക്കുന്നു, കേസില്ല, വക്കീലായൊക്കെ അറിയപ്പെടുന്നു നമ്മൾ വിചാരിക്കും. യഥാർത്ഥ അതൊന്നുമല്ല. നിയമം കഴിഞ്ഞ ആളുകൾക്ക് ഒട്ടേറെ അവസരങ്ങളുണ്ട്. കേവലമായ ഒരു ലോയർ ആവുക എന്ന് മാത്രമല്ല, ജഡ്ജും മജിസ്ട്രേറ്റും ലീഗൽ അഡ്വൈസർ ആവാൻ പറ്റും, ഗവൺമെന്റ് ഓഫീസർ ആവാൻ പറ്റും, പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ട്. അതുപോലെ കോർപ്പറേറ്റ് ലോ ആവാം, ക്രിമിനൽ ലോ, ഗവൺമെന്റ് അറ്റോർണി, എൻവയോൺമെന്റൽ ലോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ, ഹ്യൂമൻ റൈറ്റ്സ് ലോ, ഹെൽത്ത് ലോ, എന്റർടൈൻമെന്റ് ലോ, ഇന്റർനാഷണൽ ലോ, അങ്ങനെ സ്പോർട്സ് ലോ, അങ്ങനെ പല രീതിയിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ അടുത്ത് ഞാൻ ഒരാളെ കുറിച്ച് വായിച്ചു, സ്പോർട്സ് ലോ സ്പെഷ്യലിസ്റ്റാ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കമ്പനികൾ, ക്ലബ്ബുകളുണ്ട്. ഈ ക്ലബ്ബുകളും ഓരോ കളിക്കാരും തമ്മിലുള്ള കരാറുകളുണ്ട്, ക്ലബ്ബുകൾ തമ്മിലുള്ള കരാറുകളുണ്ട്. ഈ കരാറുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക, അതിനുവേണ്ടി ഗൈഡൻസ് കൊടുക്കുക, ഇത്തരം മേഖലകളൊക്കെ ഇൻവോൾവ് ആയ ആളുകളാണ് ഈ സ്പോർട്സ് ലോ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അയാൾ കോടതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അയാൾ കോർപ്പറേറ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യാം. മാരിടൈം ലോ ഉണ്ട്. അതുപോലെ സൈബർ ലോ ഉണ്ട്. സൈബർ നിയമങ്ങൾ, നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിൽ പോലും സൈബർ കരാറുകൾ ഉണ്ടാവുന്ന കാലമാണ്. ഈ സമയത്ത് നമുക്ക് സൈബർ ലോ സ്പെഷ്യലിസ്റ്റിന് അവസരങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് 5 വർഷത്തെ ലോ പഠനം 2 രീതിയിൽ പോവാം. 5 വർഷത്തെ കോഴ്സ് ഉണ്ട്, 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. നമുക്ക് പ്ലസ് 2 കഴിഞ്ഞ് 5 വർഷത്തെ BA LLB പ്രോഗ്രാം ഉണ്ട്, BBA LLB പ്രോഗ്രാം ഉണ്ട്, BSc LLB പ്രോഗ്രാം ഉണ്ട്, BCom LLB പ്രോഗ്രാം ഉണ്ട്. ഇതിൽ ഒരുപാട് എൻട്രൻസുകൾ ഉണ്ട്. കേരള ലോ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, ക്ലാറ്റ് എന്നാണ് അതിന്റെ പേര്. പിന്നെ കേരള ലോ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ഈ ക്ലാറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, ഓൾ ഇന്ത്യ ടെസ്റ്റ് ആണ്. KLEE എന്ന് പറയുന്നത് കേരള ലോ എൻട്രൻസ് ടെസ്റ്റ്, കേരളത്തിലെ ടെസ്റ്റാണ്. എയിലെറ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയുള്ള ടെസ്റ്റാണ്. ഈ ക്ലാറ്റ് വഴി 20ഓളം നാഷണൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ദേശീയ നിയമ സർവകലാശാലകളുണ്ട്. അതുപോലെ LSAT എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. ഒരുപാട് ടെസ്റ്റുകളുണ്ട്. പിന്നെ IIM റോത്തക്ക്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റോത്തക്കിൽ ഒരു IPL ലോ BBA LLB പ്രോഗ്രാം ഉണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ ലോ പ്രോഗ്രാം ഉണ്ട്. ഇനി ആർട്സും സയൻസ് വിഷയങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് CUET എന്ന് പറഞ്ഞ എൻട്രൻസ് ഉണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പരീക്ഷയാണ്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അതിന്റെ പേര്. ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ. എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ,
ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇങ്ങനെ 55ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ കോളേജുകളുണ്ട്. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒരുപാട് കോളേജുകളുണ്ട്. അനസ്രാജ് കോളേജ് ഉണ്ട്, ശ്രീറാം കോളേജ് ഉണ്ട്, ഹിന്ദു കോളേജ് ഉണ്ട്, അതുപോലെ ഇന്ദ്രപ്രസ്ഥ, ഒരുപാട് കോളേജസ് ഉണ്ട് ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെന്റ് സ്റ്റീഫൻസ് കോളേജ്, ഡൽഹി യൂണിവേഴ്സിറ്റിക്കുള്ള കോളേജാണ്. ശശി തരൂരിനെ പോലെയുള്ള ആളുകളൊക്കെ പഠിച്ച കോളേജാണ് സെന്റ് സ്റ്റീഫൻ കോളേജ്. ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് കോളേജുകൾ, ഏറ്റവും മികച്ച കോളേജുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് മിക്കവാറും സമയത്ത് വരാറുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ഉള്ള ശ്രീറാം കോളേജും, ലേഡി ശ്രീറാം കോളേജും, ഹിന്ദു കോളേജും, അനസ്രാജ് കോളേജും ഒക്കെയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പല കുട്ടികളും പഠിക്കാൻ പോകുന്നുണ്ടാവും. ഇവിടെയൊക്കെ പഠിക്കാൻ അവസരം കിട്ടിയാൽ ഉള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഫെസിലിറ്റീസ് ഉള്ള കോളേജുകളാണ്, നല്ല സൗകര്യങ്ങളുള്ള, നല്ല അധ്യാപകരുള്ള കോളേജാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളൊപ്പമാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെയുള്ള സൗകര്യമുണ്ട്. ഈ കോളേജുകളിലൊക്കെ പഠിച്ചിറങ്ങിയാലുള്ള സുഖം എന്താന്ന് വെച്ചാൽ വിദേശത്ത് പോകേണ്ടവർക്ക് അങ്ങനെ പോവാ, പെട്ടെന്ന് ജോലിയിൽ കയറേണ്ടവർക്ക് അങ്ങനെ കയറാം, സിവിൽ സർവീസ് മേഖലയിലേക്ക് പോകാൻ അങ്ങനെ അവസരങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുള്ള തുറന്നു തരുന്ന വിശാലമായ ഒരു സാമ്രാജ്യമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇവിടെയുള്ള കേൾക്കുന്ന രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് +2 കഴിഞ്ഞ് ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ കോളേജുകളൊക്കെ പഠിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് 100 ഇരട്ടി സൗകര്യങ്ങൾ ഒരുക്കുന്ന, 100 ഇരട്ടി എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും എൻജോയ് ചെയ്യാൻ പറ്റിയ ക്യാമ്പസുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് ഓർക്കുക. മാത്രമല്ല മിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും വളരെ അഫോർഡബിൾ ഫീസ് ആണെന്ന് ഓർക്കുക. എന്ന് വെച്ചാൽ താരതമ്യേന വളരെ കുറഞ്ഞ ഫീസിന് നമുക്ക് പഠിക്കാൻ കഴിയും. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്, ജാമിയ മില്ലിയ ഇസ്ലാമിയ ഉണ്ട്, അതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റി ഉണ്ട്. വളരെ വിശാലമായ ക്യാമ്പസും വിസ്തൃതമായ സൗകര്യങ്ങളും വിപുലമായ സംവിധാനങ്ങളും ഏറ്റവും വിദഗ്ധമായ അധ്യാപകരും എല്ലാ അർത്ഥത്തിലും നമുക്ക് അവിടെ നമ്മുടെ അക്കാഡമിക്സ് എൻജോയ് ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളാണ് ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഓർക്കുക. അതിന് ഒറ്റ അഡ്മിഷനാണ്. അഡ്മിഷന്റെ പേരാണ് CUET. ഒറ്റ ടെസ്റ്റാണ്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ആ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് PG ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 വരെ നമുക്ക് അപേക്ഷിക്കാം. കോമൺ യൂണിവേഴ്സിറ്റി UG, അതായത് +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഇതുവരെ വിളിച്ചിട്ടില്ല. അത് വിളിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും അത് അപ്ലൈ ചെയ്യണം, താല്പര്യമുള്ളവരൊക്കെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അതുപോലെ ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇക്കണോമിക്സ്, ഫിലോസഫി, ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ലിബറൽ ആർട്സ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ അസീം പ്രേംജി പോലെയുള്ള, അശോക യൂണിവേഴ്സിറ്റി പോലെയുള്ള, ക്രിയ യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. അതുപോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമാണ് സീൽ എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ എന്നാണ് കോഴ്സിന്റെ പേര്, സീൽ. അത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി 5 വർഷത്തെ കോഴ്സാണ്. വിദേശത്തൊക്കെ പഠിക്കാൻ അവസരമുണ്ട്. ഈ കോഴ്സിന്റെ ഭാഗമായി തന്നെ വിദേശത്ത് പോവാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ കുറച്ചു കാലം പുറത്തു പോയി പഠിക്കുന്ന ഒരു കോഴ്സാണ് സീൽ. അതുപോലെ ആർക്കിയോളജി ആൻഡ് മ്യൂസിയോളജി കോഴ്സ് ഉണ്ട്, ആന്ത്രോപോളജി ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, ജേർണലിസം ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, ലൈബ്രറി സയൻസ് ഉണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. പിന്നെ നമുക്ക് അല്ലെങ്കിൽ BSc എക്കണോമിക്സ് പഠിക്കാൻ പോവാം. +2 കഴിഞ്ഞ കുട്ടികൾക്ക് അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് പൂനെയിലെ ഒരു സ്ഥാപനമുണ്ട്. അതുപോലെ അപ്ലൈഡ് എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, അങ്ങനെയുള്ള സംഗതികളുണ്ട്. ഇനി നമുക്ക് സൈക്കോളജി പഠിക്കണം, മനുഷ്യന്റെ മനഃശാസ്ത്രം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവസരങ്ങളുണ്ട്. ജിയോഗ്രഫി പഠിക്കാൻ അവസരമുണ്ട്. അതുപോലെ ട്രഡീഷണൽ സയൻസ് സബ്ജക്റ്റുകൾ BSc കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ബോട്ടണി, ജിയോളജി, മാത്സ് അങ്ങനെ പഠിക്കാം. ഇതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവസരങ്ങളുണ്ടെന്ന് ഓർക്കുക. പിന്നെ മാനേജ്മെന്റ് പഠിക്കാൻ പോവാം. നേരെ +2 കഴിഞ്ഞ് നമുക്ക് മാനേജ്മെന്റിന് പോവാം. നമുക്ക് സാധാരണ MBA ഒക്കെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പോവാ. മാനേജ്മെന്റിന് IPM എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഉണ്ട്. അത് ഒരുപാട് IIM-കളിലുണ്ട്. പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും ഉണ്ട്, വേറെയും സ്ഥാപനങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ ഒക്കെ പോലെയുള്ള യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതുപോലെ ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ മാനേജ്മെന്റ്, കൂടുതൽ പഠിക്കാനൊന്നും താല്പര്യമില്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പ്രാക്ടിക്കലായൊക്കെ വിഷയങ്ങളിൽ ഇടപെടാനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു കോഴ്സാണ് ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. അതിന് NCHMCT-JE എന്നൊരു പരീക്ഷ ഉണ്ട്, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. അത് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ 4 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണുള്ളത്. നമുക്കറിയാം, കോവളത്തുള്ള ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കോഴിക്കോട് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ ഇത് 2 ഗവൺമെന്റ് ആണ്, ഒന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ, മറ്റൊന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. നമുക്ക് തേക്കടിയിൽ ഒരു
മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഉണ്ട്, അതുപോലെ വയനാട് ലക്കിടിയിൽ ഒന്നുണ്ട്. ഇങ്ങനെ 4 കോളേജുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിന് ഈ എൻട്രൻസ് വേണം. NC-HMCT JEE എന്നാണ് അതിന്റെ പേര്. കളിനറി ആർട്സ് ഉണ്ട്, നമുക്ക് കുക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോവാം. ഷെഫൊക്കെ ആയി മാറാൻ താല്പര്യമുള്ളവർക്ക് +2 കഴിഞ്ഞ് കളിനറി ആർട്സിലെ BBA കോഴ്സ് പഠിച്ചാൽ മതി. പിന്നെ മെഡിക്കൽ ഫീൽഡ് ഏറ്റവും ആദ്യം സാധാരണ പറയാറുള്ളത് അവസാനത്തേക്ക് വെച്ചാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് MBBS ഉണ്ട്, ഫിസിഷ്യൻ ആവാൻ പറ്റും. MBBS മാത്രമല്ല BAMS ഉണ്ട്, ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി ഉണ്ട്, ഹോമിയോ മെഡിസിൻ ഉണ്ട്, യുനാനി ഉണ്ട്, സിദ്ധ ഉണ്ട്, അതുപോലെ ഡെന്റിസ്റ്റ് ആയി ബാച്ചലർ ഓഫ് ഡെന്റൽ സയൻസ് BDS ഉണ്ട്, അതുപോലെ പെറ്റ് നമുക്ക് കാലികളുമായി ബന്ധപ്പെട്ടുള്ള ബാച്ചലർ വെറ്ററിനറി സയൻസ് ഉണ്ട്. പിന്നെ നഴ്സിംഗ് പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. ലോകത്തെമ്പാടും മലയാളി നഴ്സുമാരുള്ള ഒരു കാലം നിങ്ങൾക്കറിയാം. പല സ്ഥലങ്ങളിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഒക്കെ നഴ്സുമാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി നഴ്സുമാർക്ക് വലിയ വാല്യൂ ഉള്ള ഒരു സമയമാണ്. നാട്ടിലൊരു പക്ഷെ അത്ര വലിയ സ്വീകാര്യത കിട്ടിയില്ലെങ്കിൽ പോലും കേരളം വിട്ടാൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു മേഖലയാണ് BSc നഴ്സിംഗ്. പിന്നെ പാരാമെഡിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, DPharm ഉണ്ട്, ഡിപ്ലോമ ഇൻ ഫാർമസി ഉണ്ട്, ബാച്ചിലർ ഫാർമസി ഉണ്ട്, അതുപോലെ PharmD കോളേജുകളുണ്ട്. പിന്നെ BSc ഫിഷറീസ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ഉണ്ട്, ഒക്യുപേഷണൽ തെറാപ്പി ഉണ്ട്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഉണ്ട്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ഉണ്ട്. ദെൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റും. നമുക്ക് PG കഴിഞ്ഞാൽ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയി പോകാൻ കഴിയും. എക്സസൈസ് ആൻഡ് സ്പോർട്സ് സയൻസ് ഉണ്ട്, മെഡിക്കൽ ലാബ് ടെക്നോളജി ഉണ്ട്, ഇമാജിൻ ടെക്നോളജി ഉണ്ട്, റേഡിയോ തെറാപ്പി ഉണ്ട്, റെസ്പിറേറ്ററി തെറാപ്പി ഉണ്ട്, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി ഉണ്ട്, പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്. ഇതിനൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ പൈസ കൊടുത്ത് ഫ്രീ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രീ ആയി പഠിക്കാൻ വളരെ ഫീസ് കുറഞ്ഞ് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങളുണ്ട്. എൻട്രൻസ് വഴി പോവാ. PGIMER പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ജിപ്മർ ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, എയിംസ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, AISH ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അതുപോലെ AYG NISGD ഉണ്ട്, SVNITAR ഉണ്ട്, NILD ഉണ്ട്, NIPD ഉണ്ട്, NIPID ഉണ്ട്, അതുപോലെ PDU NIPPD. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ സ്ഥാപനങ്ങളാണ്. ഒക്കെ കുറച്ച് ദൂരെ പോയി പഠിക്കേണ്ടി വരും ചിലപ്പം. പക്ഷെ നമുക്ക് ഫ്രീ ആയോ വളരെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റും. വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഓർക്കുക. പിന്നെ കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് BCom പോവാ. പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സുകൾ ഉണ്ട്, നമുക്ക് CA പോലെയുള്ള കോഴ്സുകളുണ്ട്, CMA ഉണ്ട്, ഇന്ത്യൻ കോഴ്സാണ് CA, അതുപോലെ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ഉണ്ട്, കമ്പനി സെക്രട്ടറി ഉണ്ട്, SEC ഫോറിൻ ആയി SEC ഉണ്ട്, CMA US ഉണ്ട്, അതുപോലെ CPA ഉണ്ട്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ഉണ്ട്, സർട്ടിഫൈഡ് ഫൈനാൻസ് അനലിസ്റ്റ് ഉണ്ട്, സർട്ടിഫൈഡ് ഫൈനാൻസ് പ്ലാനർ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൾട്ടിമീഡിയ, ലോജിസ്റ്റിക്സ്, E-commerce, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പൈലറ്റ്, അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് പോവാ. ഒരുപാട് എൻട്രൻസുകൾ ഉണ്ടെന്ന് ഓർക്കുക. എൻട്രൻസുകളെ കുറിച്ച് 2 കാര്യങ്ങളാണ് എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, പല എൻട്രൻസുകൾക്കും അപ്ലൈ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് നമ്മുടെ +2 എക്സാമിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യണം. +2 എക്സാം കഴിഞ്ഞതിന് ശേഷം ആ പരീക്ഷ വരുമ്പോഴല്ല. പലപ്പോഴും ഇപ്പൊ 2025 +2 എഴുതുന്നവർക്ക് അപേക്ഷിക്കേണ്ട പല എൻട്രൻസുകൾക്കും സമയം ചിലതൊക്കെ കഴിഞ്ഞു, ചിലതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിൽ വെച്ച് വേണം അതിനുവേണ്ടി ഒരുങ്ങാൻ. പിന്നെ എൻട്രൻസുകൾക്ക് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ അതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ളത് ഓർക്കുക. ഞാൻ എൻട്രൻസുകളുടെ ലിസ്റ്റ് ചുമ്മാ എഴുതിയെന്ന് മാത്രം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കൂടുതലായി അതിൽ ക്ലാരിറ്റി തരാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. പിന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ IITസും IIMസും NIT, AIIMS, ജിപ്മർ, AISH, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നല്ല നല്ല സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പഠനത്തോടൊപ്പം ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളൊന്നും ചെറുതാക്കി പറയല്ല. നമ്മുടെ നാട്ടിൽ നല്ല സ്ഥാപനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളൊന്നും പോകാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ഒരു പാരലൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ മാത്രം നമുക്ക് അഡ്മിഷൻ കിട്ടിയുള്ളൂ വിചാരിക്കാം. നിരാശരാകേണ്ട ഒരു കാര്യമില്ല. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയും. നമുക്ക് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് PG പഠിക്കാൻ നല്ല സ്ഥാപനത്തിലേക്ക് പോവാം. ഈ PG ഇവിടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് PhDയോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ വിദേശത്തോ അല്ലെങ്കിൽ നല്ല സ്ഥാപനങ്ങളിൽ പോകാൻ അവസരങ്ങളുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരു അവസരത്തെ കുറിച്ച് ഖേദിക്കുകയോ നിരാശരാകുകയോ വേണ്ട. പുതിയ അവസരങ്ങൾ എമ്പാടും ഉണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ജോലി സാധ്യത കൂടി പറയണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ, നമുക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എവിടെ പഠിച്ചു എന്നതിന് വലിയ പ്രാധാന്യമില്ല. നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്നുള്ളത് ഓർക്കുക. നമുക്ക് ഏത് പ്രായത്തിലും പഠിക്കാൻ പറ്റും, ഏത് പ്രായത്തിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർക്കുക. പഠനത്തോടൊപ്പം നമ്മുടെ അക്കാഡമിക്സിനോടൊപ്പം നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവുക, നല്ല ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ സ്കില്ല് ഉണ്ടാവുക, പ്രോബ്ലം സോൾവിങ്, പ്രശ്ന പരിഹാരം ഉള്ള ആളുകളെ കമ്പനികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുക, അവരുടെ ഇഷ്യൂസിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ഏത് സാഹചര്യത്തിൽ കൊണ്ടായാലും അഡാപ്റ്റബിൾ ആവുക. ചില ആളുകൾ അങ്ങനെ അവനവന്റെ വീട്ടിൽ മാത്രമേ ഉറങ്ങുള്ളൂ, എനിക്ക് എന്റെ വീട്ടിൽ
ബാത്റൂമിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ സോപ്പ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ റിജിഡായ മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളൊന്നും ലോകത്ത് വിജയിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് എല്ലാ തരത്തിലുള്ള ആളുകളുമായി ഡീൽ ചെയ്യേണ്ടി വരും. വിവിധ നാഷണാലിറ്റി ആളുകൾ ഉണ്ടാവും, വിവിധ രാജ്യക്കാരുണ്ടാവും, വിവിധ സ്വഭാവക്കാരുണ്ടാവും, വിവിധ സംസ്ഥാനക്കാരുണ്ടാവും. അവരുടെ സംസ്കാരം വ്യത്യസ്തമാണ്, അവരുടെ സംസാരം വ്യത്യസ്തമാണ്, അവരുടെ സ്വഭാവം വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ് അല്ലെ. വ്യത്യസ്തങ്ങളായ ഭക്ഷണ രീതികളായിരിക്കും. അവിടെയൊക്കെ നമുക്ക് നമ്മുടേത് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മൾ അവിടെയൊക്കെ അഡാപ്റ്റബിൾ ആവുക, ഫ്ലെക്സിബിൾ ആവുക, എല്ലാത്തിനും തയ്യാറാണ്. എല്ലാ അർത്ഥത്തിലുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറായ ആളുകൾക്കാണ് ജീവിതത്തിൽ കൂടുതൽ വിജയിക്കാൻ കഴിയുക. ടൈം മാനേജ്മെന്റ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യം ചെയ്യുന്നത് ആരാണോ അവരാണ് ഇൻഡസ്ട്രിയിലും കോർപ്പറേറ്റിലും ഒക്കെ വിജയിക്കുന്ന ആളുകളായി വരിക. അതുപോലെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളായി മാറുക. അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. നെറ്റ്വർക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. നമ്മുടെ പവർ എന്ന് പറയുന്നത് നമ്മുടെ എത്ര പവർഫുൾ നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ്. നമുക്ക് ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക, നമ്മുടെ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മൾ ഒരു അക്കൗണ്ടന്റായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വിവിധങ്ങളായ അക്കൗണ്ടന്റുമാരെ ഒരു കൂട്ടായ്മയിൽ നമുക്ക് ഭാഗമാകാൻ പറ്റണം. അവരുടെ കൂടെ നമുക്ക് ലിങ്ക്ഡിനുമായി കണക്റ്റഡ് ആവാൻ പറ്റണം, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആശയവിനിമയം നടത്തണം. അങ്ങനെ നടത്തുമ്പോൾ സ്വാഭാവികമായും അവർ ഉപയോഗിക്കുന്ന മേഖലകളെ കുറിച്ച് നമുക്ക് മനസ്സിലാവും, അവർ ജോലി ചെയ്യുന്ന സാധ്യതകളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതൊക്കെ നമുക്ക് പുതിയ സാധ്യതകളിലേക്ക് വഴി തെളിയിച്ചു വരും. നമുക്ക് പുതിയ സ്കില്ലുകൾ കണ്ടെത്താൻ കഴിയും, പുതിയ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആണ് എന്റെ പരിമിതമായ സമയത്തിനുള്ളിൽ എനിക്ക് ഒരു കാര്യം. അപ്പം കേൾക്കുന്നില്ലേ? ഹലോ, അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ ഒരു കരിയറിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ നമുക്ക് മുന്നിലുള്ള സാധ്യതകൾ പലതും ഉണ്ട്. ഈ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ സമയം കണ്ടെത്തുകയും അതനുസരിച്ച് ഏറ്റവും ഉചിതമായ ഏറ്റവും മികവുറ്റ സാധ്യതകളിലേക്ക് വഴി നടത്താനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണെന്ന് തോന്നുന്നു. ഏതായാലും നമ്മുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ക്രിസ്പായിട്ട് വിശാലമായ വിദ്യാഭ്യാസ മേഖലയിലെ കരിയറിനെ കുറിച്ചുള്ള ഐഡിയ തന്ന ഫിറോസ് സാറിനെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കുറച്ച് സമയം നമുക്ക് ഡിസ്കഷന് വേണ്ടി ഫിറോസ് സാർ ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കുറഞ്ഞ കാലയളവുള്ള ന്യൂട്രീഷൻ കോഴ്സുകൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ബോർഡോ നടത്തുന്നുണ്ടോ? നിങ്ങൾക്ക് പിന്നെ ഏത് ക്വാളിഫിക്കേഷനുള്ള ആളാണ്? അതിന് ക്വാളിഫിക്കേഷന്റെ പിന്നെ ഏതാണുള്ളതെന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രി ഉള്ളതുണ്ട്, PG ഉള്ളതൊക്കെ ഉണ്ട്. ഇപ്പൊ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കോഴ്സാണ് ഉള്ളത്. അതാണ് നിങ്ങൾ ചോദിക്കണേ? അതെ, 6 മാസത്തെ കോഴ്സാണ് സംതിങ് ഡിഫറെന്റ്. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിന്റെ BSc കോഴ്സാണുള്ളത്. അതിപ്പോ കേരളത്തിൽ പല കോളേജസ് ഉണ്ട്. സെന്റ് തെരേസാസ് എറണാകുളത്തുണ്ട്, അൽഫോൺസ കോളേജ് പാല, MBS മമ്പാട്, അങ്ങനെ പല സ്ഥലങ്ങളിലും BSc കോഴ്സുകളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈം കോഴ്സുകളാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ ചെറിയ ഡ്യൂറേഷനിലുള്ള ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഉണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ ഡയറ്ററ്റിക്സ്, എക്സിക്യൂട്ടീവ് ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ട്. NHCAയുടെ ഓൺലൈൻ പ്രോഗ്രാമുകൾ ഉണ്ട്. ഇത് ചെറിയ ചെറിയ കോഴ്സുകൾ, ഇങ്ങനെ ഓരോ ഏജൻസികൾ നടത്തുന്ന ഷോർട്ട് ടൈം കോഴ്സുകൾ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏത് ആൾറെഡി ഒരു BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സോ MSc ഫുഡ് ടെക്നോളജിയോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്ത ആളുകൾക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് സഹായിക്കും. അത് അവർക്ക് ഉപകാരപ്പെടുത്താം. അങ്ങനെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വാല്യൂ അഡീഷന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഈ കോഴ്സറ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റിയ ചില കോഴ്സുകളും ഉണ്ട്. അപ്പം അതാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞല്ലോ PG പിന്നെ കോഴ്സ് ഉണ്ട് അതില്. അതെ, അത് എത്ര ഡ്യൂറേഷൻ?
2 വർഷത്തെ കോഴ്സാണ് PG കോഴ്സുകൾ ഉള്ളത്. 1 ഇയർ സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ PG ഉള്ള MSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുണ്ട്, MSc ഇൻ അപ്ലൈഡ് ന്യൂട്രീഷൻ, MSc ഇൻ സ്പോർട്സ് ന്യൂട്രീഷൻ ICMR-ലുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ആണ് അതിന്റെ പേര്. അതുപോലെ MSc സ്പോർട്സ് ന്യൂട്രീഷൻ രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്, MSc ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഉണ്ട്, അതുപോലെ MSc ന്യൂട്രീഷൻ ബയോളജി ഉണ്ട്, MSc മദ്രാസ് കാമരാജ് യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി പോലെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. വേറെ ചെറിയ കോഴ്സുകളാണ് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഡയറ്റീഷ്യൻ, അത് ഈ യൂണിവേഴ്സിറ്റികൾ തന്നെ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സും ഡയറ്റീഷ്യൻ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഡിഗ്രി നിലക്കും ഒരു PG നിലക്കും പറയാൻ കഴിയില്ല. ആൾറെഡി ഉള്ള എലിജിബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിന്റെ ഒരു ആഡ് ഓൺ കോഴ്സ് നിലക്ക് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഇത്തരം കോഴ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നാണ് ഏറ്റവും ഉചിതമാവുക. ഓക്കെ, താങ്ക്സ്. ഹലോ, അസ്സലാമു അലൈക്കും. മനസ്സിലാവുന്നില്ല? പിന്നെ ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ എടുത്തു കേട്ടിരുന്നു ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഡിഗ്രി PG ഒക്കെ ചെയ്യുമ്പോൾ ഇനി ഡിസ്റ്റൻസ് ചെയ്താലും റെഗുലർ ചെയ്താലും ഒരേപോലത്തെ സർട്ടിഫിക്കറ്റ് ആണെന്ന്. അപ്പോൾ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോ ഇത് ഒരു കാര്യം കൂടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൈക്കോളജി മേജറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ ഈ ഫീൽഡിൽ റെഗുലർ PGക്കാണ് പൊതുവെ എബ്രോഡൊക്കെ വാല്യൂ ഉള്ളത്, കാരണം ലാബും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടെ അതിന്റെ കൂടെ കേൾക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി എന്നാൽ വളരെ നന്നായി. തീർച്ചയായിട്ടും. ആദ്യം ജനറൽ ആയിട്ട് പറയാം. 3 തരത്തിലുള്ള ഡിഗ്രി ഉണ്ട് നമുക്ക്. റെഗുലർ ഡിഗ്രി ഉണ്ട്, ഡിസ്റ്റൻസ് ഡിഗ്രി ഉണ്ട്, ഓൺലൈൻ ഡിഗ്രി ഉണ്ട്. ഇപ്പം UGCയുടെ കൃത്യമായ ഡയറക്ഷൻ ഉണ്ട്. ഓൺലൈൻ ഡിഗ്രിയും ഡിസ്റ്റൻസ് ഡിഗ്രിയും റെഗുലറിന് ഈക്വലന്റ് ആണ്, എന്ന് വെച്ചാൽ തുല്യമാണ്. നമുക്ക് +2 ഡിഗ്രി നിങ്ങൾ റെഗുലറായി ചെയ്ത ആളും അതുപോലെ ഡിസ്റ്റൻസ് ആയി ചെയ്ത ആളും ഓൺലൈനായി ചെയ്ത ആൾക്കും തുല്യമായ വാലിഡിറ്റി ഉണ്ട്. എല്ലാ കോഴ്സുകളും നമുക്ക് ഓൺലൈനായി ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റൻസ് ആയി ചെയ്യാൻ പറ്റില്ല. അതിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ പാരാമെഡിക്കൽ കോഴ്സുകളും അതുപോലെ മെഡിക്കൽ അതുപോലെ കോഴ്സുകളും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ജനറൽ ആയിട്ടുള്ള അതിന്റെ ഗൈഡ് ലൈൻ. എങ്കിലും എംപ്ലോയർ എന്ന നിലക്ക് അവർക്ക് ചില ഗൈഡ് ലൈൻസ് വെക്കാം. ഞാനൊരു എംപ്ലോയർ ആണ്, എനിക്കൊരു BSc സൈക്കോളജി കഴിഞ്ഞ ഒരാളെ വേണം. UGC ഒക്കെ ഒന്നാണെന്ന് പറഞ്ഞെങ്കിൽ പോലും എനിക്ക് ആവശ്യപ്പെടാം നിങ്ങൾ റെഗുലർ ഡിഗ്രി ഉള്ള ആൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന് ആവശ്യപ്പെട്ടാൽ പിന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ എല്ലാം തുല്യമാണ് എന്നൊക്കെ പറയാമെങ്കിലും നമുക്കൊരു എംപ്ലോയർ എന്ന നിലക്ക് അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദേശങ്ങളിലൊക്കെ ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള, പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, നിങ്ങൾ ലാബിലൊക്കെ പോയി റെഗുലറായി പഠിച്ച ആളാണെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾക്ക് അതിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഒരു പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ റെഗുലറും ഇതൊക്കെ ഒരേപോലെ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അവിടെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും റെഗുലറായി പഠിച്ചതിന് അഡ്വാൻറ്റേജ് ഉണ്ടാവും. പിന്നെ ചില സ്ഥലങ്ങളിൽ വളരെ സ്പെസിഫിക് ആയിട്ട് എംപ്ലോയർ ആവശ്യപ്പെടും റെഗുലർ ഡിഗ്രി ഉള്ളവർ മാത്രം ചെയ്താൽ മതി. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് റെഗുലർ ഡിഗ്രിക്ക് വാല്യൂ കൂടുതലുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ, റെഗുലറായി പഠിക്കാൻ പോവാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഓൺലൈൻ ഡിഗ്രിയോ ഡിസ്റ്റൻസ് ഡിഗ്രിയോ ഒക്കെ എടുത്ത് അവർക്ക് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും അത് ഈക്വലന്റ് ആയി പരിഗണിക്കും. PSc പോലുള്ള പരീക്ഷകൾക്ക് അത് ഈക്വലന്റ് ആയി പരിഗണിക്കും. എന്നാൽ ചില സ്പെഷ്യൽ കേസുകളിൽ അതിന് ആ ഒരു പരിഗണന കിട്ടാതെ വരികയും ചെയ്യാറുണ്ട്. ഓക്കെ സർ, താങ്ക് യു. അസ്സലാമലൈക്കും. പറഞ്ഞോ. എനിക്കൊരു സംശയമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ACC എടുക്കുമ്പോൾ BCom ആണോ BBA ആണോ അതിന്റെ ഒപ്പം ഒന്നും കൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക? ഓക്കെ, നിങ്ങൾ ACC എടുക്കുന്നത് ഓഫ് കോഴ്സ് ഫൈനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട് ഫീൽഡിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? അതെ അതെ ഇന്ത്യക്ക് പുറത്ത് പോകാനും കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതെ അതെ. ഈ ACC പഠിക്കണത് ഇന്ത്യയുടെ അകത്ത് പഠിക്കണതിനാണോ പുറത്ത് പഠിക്കണതിനാണോ കൂടുതൽ വാല്യൂ ഉണ്ടാവുക? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇന്ത്യക്ക് അകത്ത് പഠിക്കുന്നു. ACC എന്ന് പറഞ്ഞാൽ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് എന്നുള്ളത് അറിയാലോ. അത് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ACC പഠിപ്പിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലല്ലോ, അതൊക്കെ ഒരു കോച്ചിങ് സെന്റർ പോലത്തെ ഫെസിലിറ്റിയാണ് അവർ കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി പരീക്ഷ എഴുതി പേപ്പറുകൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്.
അത് നിങ്ങൾ ഇന്ത്യയിൽ പഠിച്ചോ പുറത്ത് പഠിച്ചോ എന്നുള്ളതിനൊന്നും വലിയ പ്രാധാന്യമില്ല, വ്യത്യാസമില്ല. പക്ഷേ അതിന്റെ കൂടെ നിങ്ങൾ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് മേഖലയിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബികോം ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആവുക. ആ ബികോം എടുത്താൽ ഒരു പക്ഷേ ബികോമിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് മാനേജ്മെന്റ് സൈഡിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ബികോം പ്ലസ് SEC ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ SEC അടിസ്ഥാനത്തിൽ തന്നെ ഫൈനാൻസ് മാനേജ്മെന്റ് ലെവലിലേക്ക് പോവുക. അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു MBA ചെയ്യാവുന്നതാണ് ബികോമിന്റെ അടിസ്ഥാനത്തിൽ. BBA ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് മേഖലയിൽ ഒരു പക്ഷേ ഒരു എൻട്രി കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് സെക്ടറിലാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ എന്റെ പേഴ്സണൽ അഭിപ്രായം നിങ്ങൾ ബികോം ആണ് അത് ചെയ്യാൻ നല്ലത്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. അതുപോലെ ഈ ഡിസ്റ്റൻസ് ഡിഗ്രി കൊണ്ട് നമുക്കിപ്പം ഈ ക്ലാറ്റോ ക്ലിയറിൽ എൻട്രൻസ് എക്സാമ്പിൾ എഴുതാൻ പറ്റുമോ? അതിന്റെ തന്നെ വാല്യൂ ഉണ്ടോ ഡിസ്റ്റൻസ് ഡിഗ്രി കൊണ്ട്? അഡ്വക്കേറ്റ് എക്സാം ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് ഡിഗ്രി കൊണ്ട് ഈ നിയോസിന്റെ +2 അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിഗ്രി NIOS വഴി +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റ് എൻട്രൻസ് ചെയ്താൻ പറ്റുമെന്നാണ് ചോദ്യം. ക്ലിയോ ക്ലാറ്റോ എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എന്തിനാണ് ക്ലിയോ ക്ലാറ്റ് ആക്കുന്നത്? നിങ്ങൾക്ക് MBBS വരെ എഴുതാൻ, നീറ്റ് വരെ എഴുതാൻ പറ്റും NIOS വഴി. NIOS വഴി നീറ്റ് വരെ എഴുതാൻ NIOS വഴി പറ്റും. ബാക്കിയുള്ള എല്ലാ സംഗതികളും NIOS വഴി പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ഫർദർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യം, ഇപ്പൊ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോ പൊതുവെ ഈ CUT സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ വരുമ്പോഴും നമ്മൾ ഈ ഹയറിംഗ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും നോക്കുന്നത് നെറ്റ്, JRF ഇങ്ങനത്തെ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പോ പിന്നെ അതേപോലെ നമ്മൾ സെഷനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നുകൂടി സ്കിൽ ഓറിയന്റഡ് ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നത്. പല ടീമുകളും ഇപ്പോൾ ഒരു ടാസ്ക് കൊടുക്കുകയാണ്, അല്ലാതെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ വെക്കാൻ പറയല്ല നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ. ആ ടാസ്ക് എങ്ങനെ ഏറ്റവും എഫക്റ്റീവായി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്കതിൽ അറിയേണ്ടത് ഏതാണ് ബെറ്റർ, നമ്മൾ ഇങ്ങനെ കോമ്പറ്റീറ്റീവ്ലി ഒരു സംഭവം പ്രൂവ് ചെയ്യുന്നതാണോ, അതല്ല പ്രസ്റ്റീജിയസ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ സിവിയിലൊക്കെ കാണിക്കുന്നതാണോ? അതായത് നമ്മുടെ ഈ ഒരു ഫീൽഡ് ഉള്ളത് കൊണ്ട് ഏത് രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം? ഈ ഒരു കൺവെൻഷണൽ മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണോ, അത് അൺകൺവെൻഷണൽ ആയിട്ട് ഈ രൂപത്തിൽ പ്രൂവ് ചെയ്യണോ? എങ്ങനെയാണ് നമുക്ക് നമ്മളൊരു ഫീൽഡിൽ കുറച്ച് ഇമ്പാക്റ്റ് ആയി മാറാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി എല്ലാ സ്ഥലത്തും വിജയിക്കും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പല രീതിയിലും പല സ്ട്രാറ്റജികളാണ്. ഇപ്പൊ നിങ്ങൾ CUT PG-നെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് വിചാരിക്കുന്നത് അല്ലെ? PG-നെ കുറിച്ചായിരിക്കും അല്ലെ? ഡിഗ്രിക്ക് ശേഷം അതെ സാർ, അതെ. ഇപ്പൊ നമുക്ക് വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് അതാണ്. ഓക്കെ, CUT PG വഴി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയാൽ അയാൾക്ക് ഈ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഏറ്റവും ക്രിട്ടിക്കലാണ്. നിങ്ങളൊരു പ്രൈവറ്റ് ഇൻഡസ്ട്രി, കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്കില്ല് എത്ര ഷാർപ്പൻ ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഞാൻ പറയാൻ വിട്ടുപോയതോ സമയക്കുറവ് കാരണം എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് കടക്കാൻ കഴിയാത്തതോ ആയ ഒരു കാര്യം കൂടി പറയാം. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മറ്റൊരു ഭാഷയിൽ ഒരു കഴിവ് തെളിയിക്കാൻ പറ്റുമെങ്കിൽ, along with English and our mother tongue, we have proficiency in one of the languages like Spanish, Russian, German or French, Arabic. ഓക്കെ, അറബിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജിലും കൂടി ഒരു പ്രൊഫിഷ്യൻസി തെളിയിക്കാൻ പറ്റും. അതോടൊപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ബാക്കിയുള്ള സ്കില്ലുകളും നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു സാധ്യതയാണ്. അതിനോടൊപ്പം തന്നെ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ പർട്ടിക്കുലർ ആളെ എടുക്കുക എന്നുള്ളതിന് പകരം ഒരു ഫ്യൂഷൻ ഓഫ് കരിയറിന്റെ കാലമാണ്. നിങ്ങളിപ്പം BSc സൈക്കോളജി പഠിക്കുന്നതോടൊപ്പം MSc സൈക്കോളജി പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയും പഠിക്കണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിക്സും പഠിക്കണം. അങ്ങനെയൊക്കെ പഠിക്കുകയും അതോടൊപ്പം ഈ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസിയും ഇംഗ്ലീഷിൽ ഓഫ് കോഴ്സ് ഉള്ള പ്രൊഫിഷ്യൻസിയും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രൈവറ്റ് ജോബ്, കോർപ്പറേറ്റ് സെക്ടറിലെ ജോബ് കണ്ടെത്താൻ വളരെ ഈസി ആയിരിക്കും. വേറെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥയാണ്. അദ്ദേഹം ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ അവർ കുറച്ച് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ തുർക്കിഷ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ഒരു കോഴ്സ് നടത്തി. ഇങ്ങനെ ഷോർട്ട് ടൈം കോഴ്സുകൾ പലതും ഉണ്ടാവുമല്ലോ. അങ്ങനെ തുർക്കിഷ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു കോഴ്സ്, ആ കോഴ്സിന്റെ പേര് തുർക്കിഷ് ലാംഗ്വേജിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. ഒരാള് ആ കോഴ്സ് ചെയ്തു, ബാക്കി ആളുകളൊന്നും ചെയ്തില്ല.
അങ്ങനെ ആ കോഴ്സ് ഒരു 2 ആഴ്ചത്തെ കോഴ്സ് അങ്ങനെയാണ്. ആ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി, അത് കഴിഞ്ഞ് പോയി. അവരുടെ റെഗുലർ പഠനം പൂർത്തിയാക്കി. കുറെ കാലത്തിന് ശേഷം തുർക്കിയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD സ്റ്റഡീസിന് ആപ്ലിക്കേഷൻ വിളിച്ചു. തുർക്കിയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD സ്റ്റഡീസിന് ആപ്ലിക്കേഷൻ വിളിച്ചപ്പോൾ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും അപ്ലൈ ചെയ്തു, അല്ലെ കുറെ പേര് അപ്ലൈ ചെയ്തു. അപ്പോൾ തുർക്കിഷ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുർക്കിഷ് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ ജാമ്യ മില്ലയിൽ നിന്ന് ആ ഒരു കോഴ്സ് ചെയ്ത ആളുണ്ടല്ലോ, അയാൾക്ക് മാത്രം അബ്സല്യൂട്ട്ലി ഫ്രീ ആയി, പൂർണ്ണമായും സൗജന്യമായി തുർക്കിയിൽ അയാൾക്ക് PhD ചെയ്യാൻ അവസരം കിട്ടി. മറ്റൊരു അത്ര കൺസിഡർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വ്യത്യാസം. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന വിശാലമായ ഒരു സാധ്യതയാണ്. ഞാൻ പറഞ്ഞ എല്ലാവരും പോയിട്ട് തുർക്കിഷ് പഠിക്കണം എന്നല്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റി നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് കോർപ്പറേറ്റ് സെക്ടറിൽ പോകാൻ ആവശ്യമായ സ്കില്ലുകളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതല്ല, നിങ്ങൾ ഗവൺമെന്റ് സർവീസിൽ പോയി നിങ്ങൾക്ക് നെറ്റൊക്കെ ക്രാക്ക് ചെയ്ത് ഗേറ്റ് ഒക്കെ എഴുതി അങ്ങനെ പോകാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതൊന്നും വേണ്ട, സിവിൽ സർവീസിന് പോവാണെങ്കിൽ അങ്ങനെ പോവാം. ഇതൊന്നും വേണ്ട, എനിക്ക് വിദേശത്ത് പോയി ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്ത് MBA ചെയ്യാനാണ്, എനിക്ക് മാനേജ്മെന്റ് ലെവലിൽ പോകാനാണ്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വളരെ സബ്ജക്റ്റീവായ തീരുമാനമാണ്. ഒന്ന് മാത്രം നല്ലൊരു തീരുമാനമാണെന്നും മറ്റത് മോശം തീരുമാനമാണെന്നും നമുക്ക് പറയാൻ വയ്യ. കോർപ്പറേറ്റ് നിങ്ങൾ ആദ്യം നമ്മൾ ഒരു സ്ട്രാറ്റജിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്യണം, നമുക്ക് എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ കോർപ്പറേറ്റ് സെക്ടറിൽ പോകണോ, അതല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ പോകണോ, അതല്ലെങ്കിൽ വിദേശത്ത് പോകണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുത്ത് നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. എനിക്ക് ഗവൺമെന്റ് സർവീസിൽ കയറാൻ ഒരാളാണെങ്കിൽ ഞാൻ അയാളോട് പറയും, നിങ്ങൾ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്കാണ് തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ടത്. കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ക്രാക്ക് ചെയ്ത് അങ്ങനെ പോകാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ റിസർച്ചിനോ അങ്ങനെയൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് നെറ്റ് വഴി അങ്ങനെ പോവാം. ഇനി അതല്ല, വിദേശത്തൊക്കെ പോകാനും അല്ലെങ്കിൽ മറ്റു സാധ്യതകൾ, കോർപ്പറേറ്റ് സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ സ്കിൽ സെറ്റ് പൂർണ്ണാർത്ഥത്തിൽ ഇംപ്രൂവ് ചെയ്യുകയും അയാളൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് ആ ഒരു സാഹചര്യം ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ട് തോന്നാവുന്ന ഒരു സജഷൻ. ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ആൻസർ ചെയ്തോ ഇല്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ക്ലാരിറ്റി തരണം. ഓക്കെ സർ, ക്ലിയർ ആണ്. താങ്ക് യു. Any further questions? ഹലോ സർ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. സാർ, ഞാനിപ്പോ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. Okay. അപ്പോ +2ന് ശേഷം ഉള്ള കോഴ്സുകളെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോ എനിക്ക് സ്പീച്ച് തെറാപ്പി, അതേപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ ഞാൻ നോക്കിയിരുന്നു. അപ്പോ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സ് എനിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ JEE എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരുമോ? കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച് പഠിക്കണമെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് NIT-യിലും അല്ലെങ്കിൽ IIT-യിലൊക്കെ പോകണമെങ്കിൽ JEE വഴി പോകണം. ഇതെല്ലാം കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, TKM എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട് വെസ്റ്റ് കോളേജ്, 3 സ്ഥലത്താണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഉള്ളത്. അതിന് JEE വേണ്ട, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ് വേണ്ടത്. കീം എന്ന പേരിലുള്ള കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിന് പോവാം. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആയിരിക്കും നിങ്ങളുടെ അടുത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. കോഴിക്കോടും ഉണ്ട്. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് അറിയില്ല. അതുപോലെ TKM-ലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് സെക്ടറിൽ പഠിക്കാൻ അവസരമുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് വഴി പോകാൻ പറ്റും. പിന്നെ സർ, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് പോകുമ്പോൾ അത് ഞാൻ +2ന്റെ ഇപ്പോ ബോർഡ് എക്സാം കഴിയുന്നതിന് മുമ്പ് ആ എക്സാം എഴുതേണ്ടി വരില്ലേ? അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ആപ്ലിക്കേഷൻ വരല് എപ്പോഴാണ് കൃത്യമായിട്ട് ഒരു 1-2 മാസം കൊണ്ടൊക്കെ വരാൻ സാധ്യത ഉണ്ട്. നിങ്ങൾ ബോർഡ് എക്സാം ആയിട്ട് ക്ലാഷ് ആവുന്ന പ്രശ്നമില്ല, എന്തായാലും അങ്ങനെ വിഷയം ഉണ്ടാവില്ല. ബോർഡ് എക്സാമിനോടനുബന്ധിച്ച് മിക്കവാറും ശേഷമായിരിക്കും എന്ന് വിചാരിക്കാൻ ഉറപ്പില്ല. ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ മുമ്പാവുക ശേഷമാവാം. ഇപ്രാവശ്യം കുറച്ച് മാറ്റങ്ങളോട് കൂടിയാണ് വരുന്നതെന്ന് പറഞ്ഞു. സെൻട്രൽ യൂണിവേഴ്സിറ്റി PG ആപ്ലിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. 1-ാം തീയതി വരെ അതിന് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. അപ്പൊ UGന്റെ ആപ്ലിക്കേഷൻ എപ്പോഴായിരിക്കും എന്ന് പറയാനാവില്ല. മിക്കവാറും എക്സാമിന് ശേഷമായിരിക്കും എന്ന് വിചാരിക്കുക. അതിന് നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് എഴുതുക. നിങ്ങളുടെ +2 ബോർഡ് എക്സാം ബാധിക്കാത്ത വിധത്തിലായിരിക്കണം ആ ഒരു പ്രിപ്പറേഷൻ എന്നും കൂടി സൂചിപ്പിക്കുക. ഓക്കെ സർ. പിന്നെ അവിടെ ഇങ്ങനെ യൂണിവേഴ്സിറ്റികളിൽ ആർട്സ് ആൻഡ് സയൻസ് മാത്രമുള്ളൂ ഉണ്ടാവുക? അപ്പോ എന്താ സാർ അതിൽ പറഞ്ഞില്ലേ BSc കെമിസ്ട്രി അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും എല്ലാ കോഴ്സുകളും ഉണ്ട്. നിങ്ങൾ ഏത് കോഴ്സിന്റെ പേര് വിളിച്ചോ ആ കോഴ്സുകളൊക്കെ ഉണ്ട്. ഈവൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് എന്നാൽ ഈ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളായ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിലും, അതുപോലെ പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള അലിഗഡ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്കുള്ളത് ഇത്തരത്തിലുള്ള കോഴ്സുകളാണ്. BA, BCom, ഇന്റഗ്രേറ്റഡ് BSc ഇങ്ങനെയുള്ള കോഴ്സുകളാണ്. BSc ഉണ്ട്. BSc എല്ലാ സ്ട്രീമും പഠിക്കാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അപ്ലൈ ചെയ്യണം.
അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ മിക്ക കോഴ്സുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയല്ല. ഈവൻ ദോ ദേ ആർ സെൻട്രൽ യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടുത്തെ ചില കോഴ്സുകൾ, പല കോഴ്സുകളും അവരുടെ CUT വഴിയല്ല. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഐക്യ കരിയറിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം അത് ഈ 31-ാം തീയതി വരെയാണ് അതിന് സമയം. അത് കോഴിക്കോട് പരീക്ഷാ കേന്ദ്രം ഉണ്ട്, അത് ഇപ്പോൾ അപ്ലൈ ചെയ്യണം. ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ബാക്കി യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉള്ള കോഴ്സുകൾ, അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ ബാക്കി കോഴ്സുകളൊക്കെ CUT വഴിയാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അത് ഓഫ് കോഴ്സ് നിങ്ങളെ +2 എക്സാമുമായി ക്ലാഷ് ആവാത്ത വിധത്തിലായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക. ഓക്കെ സർ, താങ്ക് യു. സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയം ഏകദേശം 9:45 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓക്കെ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തോ. ഹലോ സർ, അസ്സലാമു അലൈക്കും. വലൈക്കും ഞാനിപ്പോ കറന്റ് 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആണ്. പറയൂ. ഓക്കെ, അപ്പൊ എനിക്കുള്ളത് 3 ഡൗട്ട്സ് ആണ്. ഫസ്റ്റത്തെ ഡൗട്ട്, എന്റർപ്രണർഷിപ്പും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങോട്ട് എങ്ങനെയാണ് എത്തേണ്ടതും. പിന്നെ സെക്കൻഡ് ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് മാത്സ് അധികം ഇൻവോൾവ് ആവാത്ത ഫീൽഡ്സ്. തേർഡ് ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മള് ഒരു കുറച്ച് 2-3 ഔട്ടർ ലാംഗ്വേജസിൽ കുറച്ചും കൂടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ നമ്മൾ ഫ്ലുവന്റ് ആവുന്നതിലൂടെ നമുക്ക് ഫർദർ സ്റ്റഡീസിൽ എന്തെങ്കിലും അപ്പർ ഹാൻഡ് കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെ അപ്പർ ഹാൻഡ് കിട്ടുന്ന വല്ല കോഴ്സസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് അമൽ. അമൽ, വളരെ മനോഹരമായ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ അപ്രീഷിയേഷൻ. അപ്പോൾ ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണ്ടർപ്രണർഷിപ്പിന് നിങ്ങൾ പ്രത്യേകിച്ച് കോഴ്സുകളൊന്നും പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് ജനറൽ ആയിട്ട് പറയാം അല്ലെ. നാട്ടിലുള്ള ബിസിനസ്സുകാർക്ക് കോഴ്സ് പഠിച്ചിട്ടൊന്നുമല്ലല്ലോ പോയത്. പക്ഷെ ഓണ്ടർപ്രണർഷിപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുക, അയാൾ ഒരു MBA ഒക്കെ എടുത്ത് അല്ലെങ്കിൽ BBA MBA പഠിച്ച് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MBA പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ 1-2 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് എന്റർപ്രണർഷിപ്പ് ലെവലിലേക്ക് പോകുന്നത് അയാൾക്ക് എല്ലാ രീതിയിലും അയാളുടെ കരിയറിനെ ഫ്ലറിഷ് ചെയ്യാൻ അത് സഹായിക്കും. കാരണം ഓരോ ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഓണ്ടർപ്രണർഷിപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ആളുകൾക്ക് അതിന്റെ സാധ്യതകൾ അവരുടെ ഓണ്ടർപ്രണർഷിപ്പിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു MBA ഒക്കെ ചെയ്ത് എവിടെയെങ്കിലൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. ഇനി ഓണ്ടർപ്രണർഷിപ്പിൽ കോഴ്സുകൾ ഉണ്ടോ? തീർച്ചയായിട്ടും കോഴ്സുകളുണ്ട്. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ EDII നൽകുന്ന കോഴ്സുകളുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഓണ്ടർപ്രണർഷിപ്പ്, അത് 2 ഇയർ പ്രോഗ്രാമാണ്. ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്ക് പോവാം. ഒത്തിരി ഫീസുള്ള ഒരു കോഴ്സാണ്, അങ്ങനെ ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, ഇന്നോവേഷൻ, ഓണ്ടർപ്രണർഷിപ്പ്, വെഞ്ചർ മാനേജ്മെന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഈവൻ തൃശ്ശൂരിലുള്ള ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന കോഴ്സുകളുണ്ട്, PG ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതുപോലെ ഭാരതിദാസ് യൂണിവേഴ്സിറ്റി PG ഡിപ്ലോമ കോഴ്സ് കൊടുക്കുന്നുണ്ട്. MSME ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിലുണ്ട്, അവർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മാൾ ബിസിനസ് ഡെവലപ്മെന്റ് നോയിഡ, അതുപോലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് കളമശ്ശേരി, ഇവിടെയൊക്കെ ഓണ്ടർപ്രണർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള കോഴ്സുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ഓണ്ടർപ്രണർഷിപ്പ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതകളായി. അതാണ് ഒന്നാമത്തെ ചോദ്യം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തേലും പിന്നുള്ള ചോദ്യം ലാംഗ്വേജിന്റെ കാര്യമാണ് ചോദിച്ചൊരു കാര്യം. ലാംഗ്വേജ് പഠിച്ചാൽ അപ്പർ ഹാൻഡ് ഉണ്ടെന്ന്. തീർച്ചയായിട്ടും ലാംഗ്വേജ് പഠിച്ചാൽ അപ്പർ ഹാൻഡ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആസ് വെൽ ആസ് ഹയർ സ്റ്റഡി. ഞാൻ പറഞ്ഞു, ഹയർ സ്റ്റഡീസ് നിങ്ങൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് സ്റ്റഡീസ്, ഓഫ് കോഴ്സ് ജർമ്മൻ ലാംഗ്വേജിൽ പ്രൊഫഷൻസ് ആളുകൾക്ക് ജർമ്മനിയിൽ ഹയർ സ്റ്റഡീസിന് പോയാൽ they will get lots of advantages, of course, as you know. ഇനി എംപ്ലോയ്മെന്റിനുള്ള സാധ്യതകൾ, ഇപ്പൊ ഒരാൾ BBA ലോജിസ്റ്റിക്കോ അല്ലെങ്കിൽ BBA ഏവിയേഷനോ ഒക്കെ കഴിഞ്ഞ ഒരാളാണ് തീർക്കുക. അയാള് വിദേശ എയർലൈൻ കമ്പനികളിലൊക്കെയാണ് ഏവിയേഷൻ ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ജോലി, അല്ലെ എയർലൈൻ കമ്പനികളിലല്ല, എയർപോർട്ടുകളിലോ പല സ്ഥലങ്ങളിലും എയർപോർട്ട് മാനേജ്മെന്റ് പല മേഖലയിലൊക്കെ ജോലിയുണ്ട്. എന്നാൽ വിദേശത്ത് ലോകത്തെമ്പാടുമുള്ള എയർപോർട്ടുകളിലെ അവസരങ്ങൾ, ലോകത്തെമ്പാടുമുള്ള ആളുകളുമായി ഡീൽ ചെയ്യാനുള്ള ഫെസിലിറ്റി, ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അയാൾ ഇംഗ്ലീഷിന് പുറമെ അറബിക് കൂടി പഠിച്ച ഒരാളാണ് വിചാരിക്കുക, അതിൽ ഇംഗ്ലീഷ് കൂടെ ഫ്രഞ്ച് കൂടി പഠിച്ച ആളാണ്, ഇംഗ്ലീഷ് കൂടെ സ്പാനിഷ്, ജർമ്മൻ, ഏതെങ്കിലും ഭാഷയൊക്കെ പഠിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് അയാളുടെ ജോലിയിൽ തിളങ്ങാൻ, ഹയർ സ്റ്റഡീസ് സാധ്യതകൾ കണ്ടെത്താൻ ഒക്കെ വലിയ അവസരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നത് നമ്മുടെ ഓവറോൾ ഡെവലപ്മെന്റിനെ വളരെ നന്നായി അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. What was the second question then?
കോംപ്ലക്സ് മാത്സുകൾ അങ്ങനത്തെ ഓക്കെ കോംപ്ലക്സ് മാത്സ് ഓക്കെ. മാത്തമാറ്റിക്സിൽ കോംപ്ലക്സ് ഉപയോഗിക്കാത്ത ചില കരിയർ സാധ്യതകൾ പറയാം അല്ലെ. എഞ്ചിനീയറിംഗ് ഓഫ് കോഴ്സ് കോംപ്ലക്സ് മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻസും ഒക്കെ ഉണ്ട്. അതുപോലെ ഈവൻ എക്കണോമിക്സ് എടുത്താൽ പോലും അതിന് മാത്തമാറ്റിക്സിന്റെ കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട്. അതല്ലാത്ത ഒത്തിരി മേഖലകളുണ്ട്. കൊമേഴ്സ് അത്ര മാത്സ് വേണമെന്നില്ല, കൊമേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. മാനേജ്മെന്റ് പഠിക്കാൻ പറ്റും. മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളെല്ലാം ഉണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകളെല്ലാം നമുക്ക് മാത്തമാറ്റിക്സിന്റെ വലിയ പ്രയാസപ്പെടുത്തലില്ലാതെ നമുക്ക് പഠിക്കാൻ കഴിയും. ലാംഗ്വേജ് സ്റ്റഡീസ് പഠിക്കാൻ പറ്റും, ലോ പഠിക്കാൻ പറ്റും, ഡിസൈൻ പഠിക്കാൻ പറ്റും. ഈ കോഴ്സുകൾക്കൊന്നും മാത്തമാറ്റിക്സിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. മാത്തമാറ്റിക്സ് ഇല്ലാതെ തന്നെ നമുക്ക് അതൊക്കെ മുന്നോട്ട് പോകാനും ഹയർ സ്റ്റഡീസിന് പോകാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. അതല്ലാതെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ, പിന്നെ BSc മാത്തമാറ്റിക്സ്, ഇങ്ങനെയുള്ള BSc ഫിസിക്സ് ഓഫ് കോഴ്സ് വി ക്യാൻ സേ, ഇങ്ങനെയുള്ള കോഴ്സുകളല്ലാത്ത കോഴ്സുകൾക്കൊക്കെ നമുക്ക് മാത്തമാറ്റിക്സിന്റെ വലിയ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ, മാത്തമാറ്റിക്സിന്റെ അതിപ്രശ്നം ഇല്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ സംഗതികളാണ്. ബേസിക് മാത്തമാറ്റിക്സ് അവയർനെസ് നിങ്ങളെ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ നന്നായി ഷൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് കൂടി എന്റെ കൂടെ വായിക്കും. താങ്ക് യു സർ. ഓക്കെ, ചോദ്യം. എന്റെ മോന് 10ാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്. അവനക്ക് റോബോട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഫീൽഡിലേക്ക് പോണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് +2 മുതൽ തന്നെ അതിന് വേറെ എന്തെങ്കിലും എടുത്ത് പഠിക്കണം എന്നുണ്ടോ? വേറെ ഏതെങ്കിലും ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഒന്ന് അറിയണമായിരുന്നു. തീർച്ചയായും പറയാം. റോബോട്ടിക്സ് മേഖലയിൽ പോവാണ്, എഞ്ചിനീയറിംഗ് ആയിരിക്കും അവർക്ക് സൂട്ട് ആയിട്ടുള്ള ഒരു കരിയർ. അപ്പൊ അതിനുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും +2 നമുക്ക് സയൻസ് സ്ട്രീം എടുക്കണമല്ലോ. +2 സയൻസ് സ്ട്രീം എടുക്കാൻ മാത്സും ഫിസിക്സും ഉള്ള സയൻസ് എടുക്കാൻ മറക്കരുത്. ഫിസിക്സും കെമിസ്ട്രിയും ഉള്ള കമ്പ്യൂട്ടർ സയൻസ് ആണ് +2 എടുക്കണം എന്ന് ഒരു ആഗ്രഹം പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ നല്ലത്. കമ്പ്യൂട്ടർ സയൻസ് എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് ഇല്ല, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഈ റോബോട്ടിക്സ് മേഖലയിൽ നമുക്ക് പോകാൻ കഴിയും. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് മേഖലയിലാണ് റോബോട്ടിക്സിന്റെ സാധ്യത. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് റോബോട്ടിക്സ് എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തന്നെ പഠിക്കണം എന്നില്ല. ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റോബോട്ട് ഡിസൈൻ ചെയ്യുക, റോബോട്ടിന്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അതിന് ജോയിന്റ് മെക്കാനിസം ഡിസൈൻ ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ബിയറിംഗ്, ഹീറ്റ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെ റോബോട്ടുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണെങ്കിൽ അതിന്റെ പവർ, അതിന് വൈദ്യുതി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആള് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. കൺട്രോൾ എഞ്ചിനീയർ ഉണ്ട്, അത് സേഫ് ആൻഡ് സസ്റ്റൈനബിൾ കൺട്രോൾ ഓഫ് ദ റോബോട്ട് ചെയ്യുന്ന ആളാണ് കൺട്രോൾ എഞ്ചിനീയർ. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകൾക്ക് അതിന്റെ സെൻസിങ്ങും പെർസെപ്ഷനും കോഗ്നിഷനും ഒക്കെ കൈകാര്യം ചെയ്യാം. എന്നാൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിന്റെ പ്രോസ്തറ്റിക്സ് ആൻഡ് മെഡിക്കൽ റോബോട്ടിക്സ് ഈ മേഖല ചെയ്യാം. സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ഹ്യൂമൻ റോബോട്ട് ഇന്ററാക്ഷൻ, ഇങ്ങനെ ഏത് മേഖല പോയാലും നമുക്ക് റോബോട്ടിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ കഴിയും. എന്നാൽ അവന് കൂടുതൽ ഇപ്പൊ ഇതിലൊക്കെ പെട്ടതന്നെയല്ലേ. AI എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് AI നേരിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് AIക്ക് പോവാം. അതല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസിന് ഒപ്പം നമുക്ക് AI പഠിക്കാം, ബിടെക് കമ്പ്യൂട്ടർ സയൻസിന് ഒപ്പം നമുക്ക് റോബോട്ടിക്സ് പഠിക്കാം, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് റോബോട്ടിക്സ് പഠിക്കാം, അതല്ലെങ്കിൽ റോബോട്ടിക്സ് ഡയറക്റ്റ് പോവാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴേ ബേജാറാവേണ്ട ആവശ്യമില്ല. +2 നല്ല മാർക്ക് വാങ്ങുക, എൻട്രൻസ് JEE വഴി ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജോയിന്റ് എൻട്രൻസ് എക്സാം JEE പരീക്ഷ എഴുതുമ്പോൾ ഏത് കോഴ്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. JEEക്ക് നല്ല റാങ്ക് വാങ്ങുക, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. തീർച്ചയായിട്ടും IQ കരിയർ നിങ്ങളെ ഇക്കാര്യത്തിൽ സഹായിക്കാനുണ്ടാവും. അവർക്കൊരു മെസ്സേജ് ഇട്ടാൽ അവർ ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ അഡ്വൈസും തരും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ സാറേ, ടൈം 10 മണി നിങ്ങൾ വൈൻഡപ്പ് ചെയ്തോളൂ, എപ്പോ വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്തോളൂ. ഞാൻ ഇവിടെ ഖത്തറിലാണുള്ളത്, 7:30 മണിയായിട്ടുള്ളൂ. പറഞ്ഞോളൂ. ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യനുകള് എന്താ പറയാ, എനിക്കൊണ്ട് ഇത് കഴിഞ്ഞാൽ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ എടുക്കാതെ തോന്നുന്നു. കാരണം ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ചോദിക്കുന്നത് എന്റെ മകൾക്ക് വേണ്ടിയാണ്. മകളിപ്പോ +2 ചെയ്യാണ്. ഇവിടെ UAE-ലാണ് ഉള്ളത്. ബയോമാത്സ് ആണ് എടുക്കുന്നത്. പക്ഷെ അവളുടെ ആഗ്രഹം വെറ്റിനറി സയൻസ് എടുക്കാനാണ്, ഡിഗ്രി. അപ്പോ കേരളത്തിലെ സാധ്യതകൾ എങ്ങനെയാണ്? ഇൻ കേസ് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും എങ്ങനെയാണ് എന്റെ ചാൻസുകൾ? അല്ലെങ്കിൽ വെറ്റിനറി കോഴ്സുള്ള ഏതെങ്കിലും വല്ല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ളതിനെ പറ്റി ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. അപ്പൊ വെറ്റിനറി സയൻസ് നിങ്ങൾക്ക് ഇന്ത്യയിൽ പഠിക്കാനാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ?
വെറ്ററിനറി സയൻസ് അതെ, അതെ. കേരളത്തിൽ 2 കോളേജാണുള്ളത്. കേരള ആനിമൽ ആൻഡ് വെറ്ററിനറി സയൻസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ മണ്ണുത്തിയിലും അതുപോലെ പൂക്കോടുമാണുള്ളത്. കോളേജ് ഓഫ് വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് ഉണ്ട്. +2 കഴിഞ്ഞ് നമുക്ക് 2 രീതിയിൽ പ്രവേശനം നേടാം. ഒന്ന് കേരളത്തിലെ എൻട്രൻസ് വഴിയാണ്, പിന്നെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആണ്. മൊത്തം 54ഓളം വെറ്ററിനറി സയൻസ് കോളേജുകളുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. അതിന് അഖിലേന്ത്യാ കോട്ട സീറ്റുകളുണ്ട്, എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവൽ സീറ്റുകളുണ്ട്. അത് വെറ്ററിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ആ കോഴ്സ് നികത്തുക, ആ സീറ്റ് നികത്തുക. രണ്ടിനും വേണ്ടത് നീറ്റാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 15% ഓൾ ഇന്ത്യ കോട്ട ഉണ്ട്. ഈ 15% ഓൾ ഇന്ത്യ കോട്ട എല്ലാ കോളേജിലും ഉണ്ട്. അതുവഴി നമുക്ക് നീറ്റ് വഴി ഓൾ ഇന്ത്യ വെറ്ററിനറി കൗൺസിലിന്റെ അലോട്ട്മെന്റ് വഴി പങ്കെടുക്കാം. കേരളത്തിലാണെങ്കിൽ നമുക്ക് കേരള സ്റ്റേറ്റ് കോട്ടയിലടക്കം നമുക്ക് കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന അലോട്ട്മെന്റ് വഴി നടത്താം. രണ്ടിനും നീറ്റ് വഴി നമ്മൾ ക്വാളിഫൈ ചെയ്യണം. അപ്പൊ നീറ്റിന് നല്ല റാങ്ക് മേടിക്കുക. അത് കഴിഞ്ഞ് വെറ്ററിനറി സയൻസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. വെറ്ററിനറി സയൻസ് അത്ര സാധാരണ MBBS പോകുന്ന അത്ര ഒരു ആ അർത്ഥത്തിൽ നമുക്ക് വലിയ ടൈറ്റ് വരാറില്ല സീറ്റിന്. അത് നിങ്ങൾക്ക് പോകാൻ കഴിയും. പിന്നെ BSc വെറ്ററിനറി സയൻസ് കഴിഞ്ഞാൽ നമുക്ക് ബാച്ചലർ വെറ്ററിനറി സയൻസ് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കരിയർ ഓപ്ഷൻസ് ഉണ്ട്. വിദേശത്തും പല സ്ഥലങ്ങളിലും പോവാം. അപ്പം ഇത് നമുക്കൊരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ വളരെ അനുകമ്പയോടുകൂടി ഇടപെടാൻ സാധിക്കണം. ഒരിത്തിരി വൃത്തി കുറഞ്ഞ സാഹചര്യത്തിലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റുക. അതുപോലെ മൃഗസംരക്ഷണ വകുപ്പ്, എക്സ്റ്റൻഷൻ സെന്റർ, കന്നുകാലി ഡയറി ഫാം, പശു വളർത്തൽ കേന്ദ്രം, പ്ലാന്റ്, അതുപോലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം, ഈവൻ ഡിഫൻസിലുള്ള മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ആർമി, റിമൗണ്ട് ആൻഡ് വെറ്ററിനറി കോർ, കാലിത്തീറ്റ ബ്രീഡിംഗ് യൂണിറ്റ്, പിന്നെ ഈ അത്യുൽപാദന ശേഷിയുള്ള ഭക്ഷ്യമൃഗാദി മേഖലകളിൽ ഇങ്ങനത്തെ മേഖല ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. പിന്നെ പുതിയ ഈ ന്യൂ ജനറേഷൻ മൃഗങ്ങളൊക്കെ വരുന്നതോടുകൂടി ഈ പാലുൽപാദനവും അതുപോലെ മാംസ്യ മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള പുതിയ ഉണർവ് വലിയ കരിയർ സാധ്യതയാണ് നൽകുന്നത്. പിന്നെ തുകൽ കയറ്റുമതി മേഖലയും അതുപോലെ മൃഗസംരക്ഷണം, രോഗനിർണയം, അതിന്റെ നിയന്ത്രണം, പ്രതിരോധം, ടീച്ചിങ്, അതിലൊക്കെ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. ഇതില് കീം നിർബന്ധമാണോ? കീമിന് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എഴുതണം? കീമിന് അപ്ലൈ ചെയ്താൽ മാത്രമാണ് കേരളത്തിലെ സീറ്റുകൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലെ സീറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്ന് ഓർത്താൽ മതി. അല്ല, അപ്ലൈ ചെയ്തിട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? കീം എഴുതിയില്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. കീമിന് പരീക്ഷ ഇല്ല, നീറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. കേരളത്തിൽ അങ്ങനെ എഴുതേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അപ്ലൈ ചെയ്യണം, നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. എന്നാണ് കേരളത്തിൽ സീറ്റ്. അതിന്റെ സമയം ആയിട്ടുണ്ടോന്ന് വല്ല ധാരണ ഉണ്ടോ? ഇല്ല, സമയമായിട്ടില്ല. അത് നമ്മളെ ഐക്യൂന്റെ കരിയർ ഗ്രൂപ്പിലില്ല ഞങ്ങള്? ഉണ്ട് സുജിത. ഞാൻ പലപ്പോഴും സാറിന്റെ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. വളരെ സന്തോഷം. ബന്ധപ്പെടും. അസ്സലാമു അലൈക്കും. എന്നാലും സംഘടന പറഞ്ഞവരെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഹലോ, അതെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഏകദേശം 10 മണിയായി. എന്നാലും നമ്മള് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ നമ്മൾ ഈ സെക്ഷൻ കൈകാര്യം ചെയ്ത ഫിറോസ് സാറിനും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അള്ളാ ഇനിയും നമ്മൾ IQ കരിയറിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അതിൽ മിക്കവാറും എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അല്ലാത്തവര് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓരോ സമയത്തും കൃത്യമായിട്ട് തന്നെ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതിന്റെ കാര്യങ്ങൾ അതിൽ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും IQ കരിയറിന്റെ ടീം അംഗങ്ങൾ ഇവിടെ ഉണ്ടാവും. അവരുടെ നിന്ന് ഹെൽപ്പ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു പരിപാടിക്ക് ഇത്രയും നമ്മുടെ കൂടെ പങ്കെടുത്ത, അല്ലെങ്കിൽ നമുക്ക് വളരെ ക്ഷമയോടുകൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ട ഫിറോസ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. താങ്ക് യു സർ. ഓക്കെ അഫീഫെ, അപ്പൊ എന്നാ അവസാനിപ്പിക്കല്ലേ? ഏതായാലും ഉഷാറായിട്ടുണ്ട് പരിപാടി. ഓക്കെ, അൽഹംദുലില്ലാ ഉഷാറായി. നമ്മുടെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് വലിയ കുഴപ്പമില്ല. ഇൻഷാ അല്ലാ നമുക്കത്. അതെ, കുറെ ആൾക്കാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഉഷാറായി. ഓക്കെ.